ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സഹകാരി റൈസ് ബസ്. ഇന്ന് പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട ട്രൈറ്റ് ആൻഡ് ടൈപ്പ് തിയറീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തിയറീസ് നമ്മൾ ഇതിനകം തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. ഇന്ന് പഠിക്കുന്ന തിയറിയുടെ പ്രത്യേകത അത് പേഴ്സണാലിറ്റിയെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയ സമയത്ത് തന്നെ രൂപപ്പെട്ടു വന്ന തിയറിയാണ് ടൈപ്പ് തിയറി. ടൈപ്പ് തിയറിക്ക് അനുബന്ധമായിട്ട് വന്നിട്ടുള്ള തിയറിയാണ് ട്രൈറ്റ് തിയറി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല, മുൻവർഷ ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതാണ് ഒരു നേഴ്സിംഗ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യം. He said that people differ along 3 personality dimension. 3 പേഴ്സണാലിറ്റി ഡയമെൻഷൻ അനുസരിച്ച് ആളുകൾ വ്യത്യാസപ്പെടുന്നുണ്ട്. എക്സ്ട്രാവേർഷൻ, ഇൻട്രോവേർഷൻ, ന്യൂറോട്ടിസിസം, സൈക്കോട്ടിസം, ഇങ്ങനെ 3 ഡയമെൻഷൻസ്. അപ്പോൾ പേഴ്സണാലിറ്റിക്ക് 3 ഡയമെൻഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. അത് ആരാണ് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കതിൻ്റെ ഉത്തരം ക്ലാസ് കഴിഞ്ഞിട്ട് പറയാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യമായിട്ട് ട്രൈറ്റ് ടൈപ്പ് തിയറികൾക്ക് ഏറ്റവും കൂടുതൽ ഫൗണ്ടേഷൻ നൽകിയിട്ടുള്ള ഒരു തീമുണ്ട്. ആ തീമിനെ കുറിച്ച് നമുക്ക് നോക്കാം. People possess broad predispositions or traits to respond in certain ways in diverse situations. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതികൾ അത് വളരെ വിശാലമായിട്ടുള്ള തരത്തിലാണ്. വളരെ വിശാലം എന്ന് പറയുമ്പോൾ ഓരോ ആളുകളും വ്യത്യസ്ത രീതിയിലാണ് ഒരു സാഹചര്യത്തോട് പ്രതികരിക്കുക. നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ പ്രീ ഡിസ്പോസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു രീതി ഉണ്ടാവും. ആ ഒരു രീതിയിലേ നമ്മൾ ഒരു സാഹചര്യം മുന്നിലേക്ക് വന്നാൽ പ്രതികരിക്കുകയുള്ളൂ. ദേഷ്യം വരുന്ന സമയത്ത് ഓരോ ആളുകളുടെയും പ്രതികരണം വ്യത്യസ്തമാണ്, അല്ലേ? സോ വാട്ട് ദിസ് സജസ്റ്റ് ഈസ് ദാറ്റ് പീപ്പിൾ ഡിസ്പ്ലേ കൺസിസ്റ്റൻസി ഇൻ ദെയർ ആക്ഷൻസ്, തോട്ട്സ് ആൻഡ് ഇമോഷൻസ് അക്രോസ് ടൈം, ഈവൻറ്റ്സ് ആൻഡ് എക്സ്പീരിയൻസസ്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം, എനിക്കൊരു പ്രീ ഡിസ്പോസിഷൻ ഉണ്ടാകും. ആ ഒരു പ്രീ ഡിസ്പോസിഷൻ അനുസരിച്ചായിരിക്കും ഏതൊരു സാഹചര്യത്തിലും ഞാൻ ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുക. സന്തോഷം വന്നാൽ, എനിക്ക് എപ്പോൾ സന്തോഷം വന്നാലും ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത് ഏകദേശം സെയിം ആയിരിക്കും. എപ്പോൾ എനിക്ക് ദേഷ്യം വന്നാലും ഞാൻ റെസ്പോണ്ട് ചെയ്യുന്ന രീതി ഏകദേശം സെയിം ആയിരിക്കും എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ ചില ആളുകൾക്ക് സന്തോഷം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവന് സന്തോഷം വന്നു, ഇനി സന്തോഷം വന്നു കഴിഞ്ഞാൽ അവൻ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിത്തരും, ചെലവ് ചെയ്യും എന്ന് നമുക്കറിയാവുന്നത്. അവന് ദേഷ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്, ഇനി അവൻ്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്ത് ചീത്ത കേൾക്കേണ്ടി വരും എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നത് മിക്ക ആളുകളും, എന്നല്ല എല്ലാ ആളുകളും ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രതികരിക്കുന്ന രീതി ഏറെക്കുറെ സെയിം ആയിരിക്കും. അതുപോലെ തന്നെ നോട്ട് 2 ഇൻഡിവിജ്വൽസ് ആർ അലൈക്ക്. എല്ലാ വ്യക്തികളും ഒരേപോലെ അല്ല. 2 വ്യക്തികളെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ മുന്നിലേക്ക് സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നാൽ, അഥവാ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം 2 പേർക്കും വന്നാൽ 2 പേരും പെരുമാറുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ്. സോ അതെല്ലാം നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു. സോ ടൈപ്പ് തിയറി, നമ്മൾ ആദ്യമായിട്ട് ടൈപ്പ് തിയറിയിലെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിസ്റ്റിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ജി ആൽപോർട്ട്, ഗോർഡൻ ആൽപോർട്ട്. ഗോർഡൻ ആൽപോർട്ടിന്റെ തിയറി, പ്രധാനപ്പെട്ട തിയറിയാണ് ടൈപ്പ് തിയറി. ടൈപ്പ് തിയറി അല്ല, ട്രൈറ്റ് തിയറി കേട്ടോ. ടൈപ്പ് തിയറി അല്ല, ട്രൈറ്റ് തിയറി. ആൽപോർട്ട്സ് തിയറി അസേർട്സ് ദാറ്റ് നോ 2 ഇൻഡിവിജ്വൽസ് ആർ അലൈക്ക്. അദ്ദേഹം പറയാണ്, ഒരിക്കലും 2 വ്യക്തികൾ ഒരേപോലെ ആയിരിക്കില്ല. ആൽപോർട്ട് റിഗാർഡഡ് ട്രൈറ്റ്സ് ആസ് ബീങ് റെസ്പോൺസിബിൾ ഫോർ ദീസ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഈ വ്യത്യാസത്തിന് കാരണം ഓരോ വ്യക്തികളിലുമുള്ള ട്രൈറ്റ്സ് ആണ്. ട്രൈറ്റ്സിന് നമുക്ക് ഒരു ഫീച്ചേഴ്സ് എന്ന അർത്ഥം കൊടുക്കാം വേണമെങ്കിൽ. ഫീച്ചേഴ്സ്, എന്നിലുള്ള സ്വഭാവ സവിശേഷത പോലെ ആയിരിക്കില്ല മറ്റൊരാളിലുള്ള സ്വഭാവ സവിശേഷത. അപ്പോൾ ഓരോ വ്യക്തികളിലുടെയും സ്വഭാവ സവിശേഷതയെ നമുക്ക് ട്രൈറ്റ്സ് എന്ന് വിളിക്കാം. ഇപ്പോൾ സത്യസന്ധത, അതൊരു ട്രൈറ്റ് ആണ്, അല്ലെ? അതൊരു സ്വഭാവത്തിന്റെ രീതിയാണല്ലോ. സത്യസന്ധത, വിശ്വസ്തത, വിനയം, ദേഷ്യം, കാപട്യം, ഇതിനെല്ലാം നമുക്ക് ഓരോ ട്രൈറ്റ് ആയിട്ട് പറയാം. അപ്പോൾ ഒരു വ്യക്തിയിൽ ഒരുപാട് ട്രൈറ്റുകൾ ഉണ്ടാവും, അല്ലെ? ഒറ്റ ട്രൈറ്റ് അല്ല, ഒരു വ്യക്തിയിൽ തന്നെ പലതരത്തിലുള്ള ട്രൈറ്റുകൾ ഉണ്ടാവും. സോ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിലുള്ള വ്യത്യാസങ്ങളുടെ കാരണം ഓരോ ആളുകളിലുമുള്ള ട്രൈറ്റുകളുടെ വ്യത്യാസമാണ്. A
according to Alport, trait is predisposition to act in the same way in a wide range of situations. അപ്പോൾ പല സാഹചര്യങ്ങളിലും നമ്മൾ ഒരേപോലെ പെരുമാറാനുള്ള കാരണം നമ്മുടെ ട്രൈറ്റാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഏത് ട്രൈറ്റാണ് കൂടുതൽ നിൽക്കുന്നത് അതനുസരിച്ച്, ഇപ്പോൾ അടുക്കും ചിട്ടയുമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ എല്ലാ കാര്യങ്ങളിലും ആ ഒരു അടുക്കും ചിട്ടയുണ്ടാവും. വളരെ അലസനായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അലസത എല്ലാ വിഷയങ്ങളിലും ഉണ്ടാകും. കാരണം അത് അയാളിലുള്ള ട്രൈറ്റ് ആണ് അതിന് കാരണം. അപ്പോൾ നമ്മിലുള്ള സ്വഭാവ വ്യത്യാസത്തിൻ്റെ കാരണവും ഓരോ സാഹചര്യത്തിലും നമ്മൾ പെരുമാറുന്ന രീതികളിൽ ഒരു സമാന സ്വഭാവം ഉണ്ടാകാനുമുള്ള കാരണം ട്രൈറ്റ് ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അതിന് സവിശേഷത എന്ന അർത്ഥം കൊടുത്താൽ തന്നെ മതിയാവും കേട്ടോ. സോ ആൽപോർട്ട് ഡിസ്റ്റിങ്വിഷ്ഡ് ബിറ്റ്വീൻ കോമൺ ട്രൈറ്റ്സ് ആൻഡ് ഇൻഡിവിജ്വൽ ട്രൈറ്റ്സ്. അപ്പോൾ പൊതുവായിട്ടുള്ള സവിശേഷത അതേപോലെ വ്യക്തി സവിശേഷത ഇവകൾക്കിടയിൽ അദ്ദേഹം ചില വ്യത്യാസം പറയുന്നുണ്ട്. അപ്പോൾ കോമൺ ട്രൈറ്റ്, ഇൻഡിവിജ്വൽ ട്രൈറ്റ് ഇത് രണ്ടും വ്യത്യാസമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നോട്ട് ചെയ്യുക, കോമൺ ട്രൈറ്റും ഇൻഡിവിജ്വൽ ട്രൈറ്റ്സും വ്യത്യാസമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് കോമൺ ട്രൈറ്റ്, അതെന്താണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, പറയാൻ പോവുകയാണ്. കോമൺ ട്രൈറ്റ്സ് ആർ ഷെയർഡ് ബൈ സെവറൽ പീപ്പിൾ വിത്തിൻ എ ഗിവൻ കൾച്ചർ. ഒരു കൾച്ചറിലുള്ള ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുന്ന രീതിയാണ്, അവർക്കുള്ള ട്രൈറ്റ് ആണ് കോമൺ ട്രൈറ്റ്. അപ്പോൾ കോമൺ ട്രൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആളുകളിൽ പ്രകടമാകുന്ന സ്വഭാവ രീതി. അപ്പോൾ ഉദാഹരണം, ഇന്ത്യൻ ഫ്ലാഗ് കാണുന്ന സമയത്ത് നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു, അത് ഇന്ത്യക്കാരുടെ ഒരു കോമൺ ട്രൈറ്റ് ആണ്. മനസ്സിലായോ? ദേശീയ ഗാനം കേൾക്കുന്ന സമയത്ത് നമ്മൾ അറ്റൻഷനായിട്ട് നിൽക്കുന്നു, അത് ഇന്ത്യക്കാരുടെ നമ്മുടെ കൾച്ചർ അനുസരിച്ച് നമ്മൾ കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന ട്രൈറ്റ് ആണ് കോമൺ ട്രൈറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഡിവിജ്വൽ ട്രൈറ്റോ, ഇൻഡിവിജ്വൽ ട്രൈറ്റ്സ് ആർ പെക്യുലിയർ ടു ദ പേഴ്സൺ ആൻഡ് ടു നോട്ട് പെർമിറ്റ് കമ്പാരിസൺസ് എമംഗ് പീപ്പിൾ. ഇൻഡിവിജ്വൽ ട്രൈറ്റ് ആകുന്ന സമയത്ത് അത് ഓരോ വ്യക്തികളിലും വ്യത്യസ്തമാണ്. ഇപ്പം ഞാൻ എൻ്റെ പാരൻസിനോട് പെരുമാറുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങൾ പെരുമാറുന്നത്, അല്ലേ? അത് വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോ വ്യക്തികളിലും അത് വ്യത്യസ്തമാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇടപെടുന്നത് പോലെ ആയിരിക്കില്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഇടപെടുന്നത്. അപ്പോൾ അതിലെല്ലാം വ്യത്യാസം കാണും. നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ കാര്യം അല്ലെങ്കിൽ നേഴ്സുമാരുടെ കാര്യം തന്നെ എടുത്താൽ മതി. എല്ലാ നേഴ്സസും ഒരേപോലെ ആയിരിക്കില്ല പേഷ്യൻറ്റിനോട് ഇടപെടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന രോഗികളെല്ലാം ഒരേപോലെ ആയിരിക്കില്ല നിങ്ങളോട് ഇടപെടുന്നത്. പലരും പല തരത്തിലുള്ള ആളുകളാണ്, കാരണം ഇൻഡിവിജ്വൽ ട്രൈറ്റിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ ഒരു കൾച്ചറിലുള്ള ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുന്ന ട്രൈറ്റ് ആണ് കോമൺ ട്രൈറ്റ്. ഇൻഡിവിജ്വൽ ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായിട്ടുള്ള ട്രൈറ്റ് ആണ് ഇൻഡിവിജ്വൽ ട്രൈറ്റ്. അത് രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കുക. സോ ദേ ഗൈഡ്, ഡയറക്റ്റ് ആൻഡ് മോട്ടിവേറ്റ് ആൻഡ് ഇൻഡിവിജ്വൽസ് അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ ഈ ട്രൈറ്റുകളാണ് ഒരു വ്യക്തിയെ നയിക്കുന്നതും പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ ഒരു വ്യക്തിയെ പാകപ്പെടുത്തുന്നതുമെല്ലാം ട്രൈറ്റ് ആണ്. അപ്പോൾ ട്രൈറ്റ് കൃത്യമായിട്ടുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ട്രൈറ്റ്സ് എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. Therefore, they accurately reflect the distinctiveness or uniqueness of his personality. അപ്പോൾ ഒരാളുടെ വ്യക്തിത്വം മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നത്, മറ്റൊരാളിൽ നിന്നും യുണീക്കായി നിൽക്കുന്നതിന് കാരണം ആരാണ്? ട്രൈറ്റ് ആണ്. അപ്പോൾ ട്രൈറ്റ് ആണ് ഓരോ ആളുകളുടെയും വ്യക്തിത്വം യുണീക്ക് ആകാനുള്ള കാരണം എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആൽപോർട്ട് രണ്ടാമതായിട്ട് പറഞ്ഞത് ഇൻഡിവിജ്വൽ ട്രൈറ്റും കോമൺ ട്രൈറ്റും വ്യത്യസ്തമാണ് എന്നാണ് രണ്ടാമതായിട്ട് പറയുന്നത്. ദെൻ മൂന്നാമത് അദ്ദേഹം പറയുന്നു, ആൽപോർട്ട് വാസ് ഡീപ്ലി കമ്മിറ്റഡ് ടു ദ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ ട്രൈറ്റ്. ഇൻഡിവിജ്വൽ ട്രൈറ്റിനെ കുറിച്ച് അദ്ദേഹം വളരെ ആഴത്തിൽ പഠനം നടത്തിയിട്ടുണ്ട്. ഹി സ്റ്റാർട്ടഡ് കോളിംഗ് ദം ആസ് പേഴ്സണൽ ഡിസ്പോസിഷൻ. അപ്പോൾ ഇൻഡിവിജ്വൽ ട്രൈറ്റിന് ആൽപോർട്ട് കൊടുത്ത പേരാണ് പേഴ്സണൽ ഡിസ്പോസിഷൻ. പേഴ്സണൽ ഡിസ്പോസിഷൻ. അപ്പോൾ ഇൻഡിവിജ്വൽ ട്രൈറ്റ് ഓരോ വ്യക്തികളിലുമുള്ള സ്വഭാവ സവിശേഷതയ്ക്ക് ആൽപോർട്ട് കൊടുത്ത പേര് പേഴ്സണൽ ഡിസ്പോസിഷൻ എന്നാണ് കേട്ടോ. പേഴ്സണൽ ഡിസ്പോസിഷൻ. ഡിസ്പോസിഷന്റെ അർത്ഥം ടെൻഡൻസി ടു ആക്ട് എന്നാണ്. ഒരു നിശ്ചിത രീതിയിൽ പ്രവർത്തിക്കാനുള്ള പ്രവണതയാണ് നമ്മൾ ഡിസ്പോസിഷൻ എന്ന് പറയാറ് കേട്ടോ. സോ കോമൺ ട്രൈറ്റ്സ് വെയർ സിംപ്ലി കോൾഡ് as ട്രൈറ്റ്സ്. അപ്പോൾ നമ്മുടെ കോമൺ ട്രൈറ്റിനെ നമ്മൾ ട്രൈറ്റ്സ് എന്നും ഇൻഡിവിജ്വൽ ട്രൈറ്റിനെ പേഴ്സണൽ ഡിസ്പോസിഷൻ എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ദെൻ അക്കോർഡിംഗ് ടു ഹിം there are 3 types of personal disposition. അപ്പോൾ ഈ ഒരു പേഴ്സണൽ ഡിസ്പോസിഷനെ അദ്ദേഹം 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വ്യക്തികളിലുമുള്ള സ്വഭാവ സവിശേഷതയെ അദ്ദേഹം 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ ആൽപോർട്ട് കോമൺ ട്രൈറ്റിനും ഇൻഡിവിജ്വൽ ട്രൈറ്റിനും 2 പേര് കൊടുക്കുന്നുണ്ട്. കോമൺ ട്രൈറ്റിനെ അദ്ദേഹം ട്രൈറ്റ്സ് എന്ന് തന്നെ പറയുന്നു. ഇൻഡിവിജ്വൽ ട്രൈറ്റിനെ അദ്ദേഹം
പേഴ്സണൽ ഡിസ്പോസിഷൻ എന്ന് പറയുന്നു. ഈ പേഴ്സണൽ ഡിസ്പോസിഷൻ 3 ടൈപ്സ് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രേറ്റ് തിയറി എന്ന് പറയുന്നു. നമ്മൾ ജനറലി ഈ പറയുന്ന കാര്യമാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. സോ ട്രേറ്റ് തിയറി, ആൽപോർട്ടിന്റെ ട്രേറ്റ് തിയറി പ്രകാരം ഒരു വ്യക്തിയിലെ ഡിസ്പോസിഷൻ, ഇൻഡിവിജ്വൽ ട്രേറ്റ്സ് 3 ടൈപ്പാണ്. ഒന്ന് കാർഡിനൽ ഡിസ്പോസിഷൻ. കാർഡിനൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പാണ് അല്ലേ, നമ്മൾ കർദിനാൾ എന്നൊക്കെ പറയാറുണ്ടാവും. പ്രീസ്റ്റുകളുടെ ഏറ്റവും ടോപ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കാർഡിനൽ ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ട്രൈറ്റ് ആണ്. ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും ടോപ്പായിട്ടുള്ള ഡിസ്പോസിഷനാണ് കാർഡിനൽ ഡിസ്പോസിഷൻ. സോ എ കാർഡിനൽ ഡിസ്പോസിഷൻ ഈസ് സോ ഡോമിനന്റ്. അപ്പോൾ ഒരാളിൽ ഏറ്റവും കൂടുതൽ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് കാർഡിനൽ ഡിസ്പോസിഷൻ ആണ്. ദാറ്റ് ഓൾ ആക്ഷൻസ് ഓഫ് ദ പേഴ്സൺ ആർ ഗൈഡഡ് ബൈ ഇറ്റ്. ഒരു വ്യക്തിയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നയിക്കുന്നത് കാർഡിനൽ ഡിസ്പോസിഷൻ ആയിരിക്കും. പക്ഷേ എല്ലാ ആളുകളിലും ഇതുണ്ടാകില്ല. വെരി ഫ്യൂ പീപ്പിൾ പോസസ് കാർഡിനൽ ഡിസ്പോസിഷൻ. വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ കാർഡിനൽ ഡിസ്പോസിഷൻ ഉണ്ടാകൂ. അപ്പോൾ ഈ കാർഡിനൽ ഡിസ്പോസിഷൻ ഒരാളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അയാളുടെ ജീവിതം മുഴുവനും ആ ഒരു കാർഡിനൽ പൊസിഷൻ ആയിരിക്കും ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ വളരെ പ്രശസ്തരായ വ്യക്തികൾ, അത് പ്രസിദ്ധരാകട്ടെ കുപ്രസിദ്ധരാകട്ടെ, അവർക്ക് ഒരു കാർഡിനൽ ട്രൈറ്റ് ഉണ്ടായിരുന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ കാർഡിനൽ ഡിസ്പോസിഷൻ. അത് കാരണമായിട്ടാണ് അവരുടെ ജീവിതം ആ ഒരു ഐഡിയോളജിക്ക് വേണ്ടി മാറ്റിവെച്ചത്. അപ്പോൾ ഇവിടെ ഉദാഹരണം നൈറ്റിംഗലിന്റെ പേര് പറയാണ്. നൈറ്റിംഗൽ അറിയാലോ, ഹൂസ് ആക്ഷൻസ് വെയർ ഡ്രിവൻ ബൈ കമ്പാഷൻ ഫോർ പീപ്പിൾ. ജനങ്ങളോട് വളരെയധികം കമ്പാഷൻ, ദയ അല്ലെങ്കിൽ കാരുണ്യം ഉള്ള ഒരു സ്ത്രീ ആയിരുന്നു, ഒരു ലേഡി ആയിരുന്നു നൈറ്റിംഗൽ. അപ്പോൾ നൈറ്റിംഗലിന്റെ കാർഡിനൽ ഡിസ്പോസിഷൻ എന്ന് പറയുന്നത് കമ്പാഷൻ ആണ്. അപ്പോൾ അവരുടെ ജീവിതം തന്നെ അതിന് വേണ്ടി മാറ്റിവെച്ചു. അപ്പോൾ കാർഡിനൽ ഡിസ്പോസിഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകും. അതിനു വേണ്ടി തന്നെ ആയിരിക്കും നമ്മൾ ജീവിക്കുന്നത്. മിക്കവാറും കോമൺ ആയിട്ടുള്ള ആളുകൾക്ക്, നമ്മളെപ്പോലുള്ള ആളുകൾക്ക് കാർഡിനൽ ഡിസ്പോസിഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി നമ്മൾ മടിയുള്ള ആളാണ്, അപ്പോൾ മടിയാണ് എൻ്റെ കാർഡിനൽ ഡിസ്പോസിഷൻ, അങ്ങനെ വിചാരിക്കരുത്. കാർഡിനൽ ഡിസ്പോസിഷൻ ഉണ്ട് എങ്കിൽ ഒരാൾ ജീവിക്കുന്നത് തന്നെ അതിനു വേണ്ടിയായിരിക്കും. അപ്പോൾ അത് പ്രശസ്തരായിട്ടുള്ള ആളുകൾക്ക്, ഇപ്പോൾ നൈറ്റിംഗൽ കമ്പാഷൻ ആയിരുന്നു കാർഡിനൽ ഡിസ്പോസിഷൻ. മഹാത്മാഗാന്ധിജി അഹിംസയായിരുന്നു, നോൺ വയലൻസ് ആയിരുന്നു മഹാത്മാഗാന്ധിജിയുടെ കാർഡിനൽ ഡിസ്പോസിഷൻ. അപ്പോൾ ഇത് പോസിറ്റീവ് തന്നെ ആകണമെന്നില്ല, നേരെ നെഗറ്റീവ് ആകാം. ഹിറ്റ്ലറിലേക്ക് വരുന്ന സമയത്ത് ഫാഷിസം ആയിരുന്നു അയാളുടെ കാർഡിനൽ ഡിസ്പോസിഷൻ. അപ്പോൾ ഒരാളിൽ കാർഡിനൽ ഡിസ്പോസിഷൻ ഏതാണോ അതിനു വേണ്ടിയായിരിക്കും അയാൾ ജീവിക്കുന്നത് തന്നെ. അത് നേടിയെടുക്കുന്നതിന് വേണ്ടി അയാൾ ജീവിതം വരെ ത്യാഗം ചെയ്യാൻ തയ്യാറാകും. ഓക്കെ അല്ലേ? അപ്പോൾ കാർഡിനൽ ഡിസ്പോസിഷൻ എന്ന് പറയുന്നത് എല്ലാവരിലും ഉള്ളത് അല്ല. മഹാന്മാരായ ആളുകൾ, മഹാന്മാർ എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, കാരണം പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി അവരുടെ ജീവിതം മാറ്റിവെക്കും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് ആ ഒരു ട്രൈറ്റിന് അവരുടെ പേര് കിട്ടും. ഇപ്പം അഹിംസയ്ക്ക് ഇന്ന് നമ്മൾ ഗാന്ധിയനിസം എന്ന് പറയാറില്ലേ? അതേപോലെ ഫാഷിസത്തിന് നമ്മൾ ഇന്ന് ഹിറ്റ്ലറിസം എന്ന് പറയാറില്ലേ? അപ്പോൾ ആ ഒരു സ്വഭാവ സവിശേഷതയ്ക്ക് തന്നെ ആ ഒരു വ്യക്തിയുടെ പേര് കിട്ടുന്ന തലത്തിലേക്ക് മാറാറുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ടോപ്പായിട്ടുള്ള സാധനമാണ് കാർഡിനൽ ഡിസ്പോസിഷൻ. അതെല്ലാവർക്കും ഉണ്ടാകാറില്ല. ഇനി നമുക്കുണ്ടാകുന്നത് സെൻട്രൽ ഡിസ്പോസിഷൻ ആണ് കേട്ടോ. സെൻട്രൽ ഡിസ്പോസിഷൻ, ദീസ് ആർ നോട്ട് ആസ് ഡോമിനന്റ് ആസ് കാർഡിനൽ ഡിസ്പോസിഷൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ കാർഡിനൽ ഡിസ്പോസിഷൻ്റെ അത്ര ഇത് ഡോമിനന്റ് അല്ല, അത്ര ഒരു മേൽക്കോയ്മയുള്ള സാധനമല്ല. ബട്ട് ദേ ഇൻഫ്ലുവൻസ് ദ പേഴ്സൺസ് ബിഹേവിയർ ഇൻ വെരി പ്രോമിനന്റ് വേ. അത് നമ്മുടെ സ്വഭാവത്തെ വളരെ പ്രൊമിനന്റ് ആയിട്ട് തന്നെ സ്വാധീനം ചെലുത്താറുണ്ട്. സോ therefore they are called the building blocks of personality. അതുകൊണ്ട് നമുക്ക് പേഴ്സണാലിറ്റിയുടെ ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് പറയാൻ പറ്റുന്നത് സെൻട്രൽ ഡിസ്പോസിഷൻ. അപ്പോൾ പേഴ്സണാലിറ്റിയുടെ ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സെൻട്രൽ ഡിസ്പോസിഷൻ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ സെൻട്രൽ ഡിസ്പോസിഷൻ ഒരു വ്യക്തിയിൽ പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന സാധനമാണ്. ഇതിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചില പദങ്ങൾ ഉണ്ടാവുമല്ലോ. അവൻ നല്ല അനുസരണയുള്ള കുട്ടിയാണ്, അവൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ അവൻ മടിയനാണ്, അവൻ പറഞ്ഞാൽ അനുസരിക്കില്ല എന്നീ ഒരാൾ പറയാൻ നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ ഒരു ടേം, അത് അയാളുടെ സെൻട്രൽ ഡിസ്പോസിഷൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ സെൻട്രൽ ഡിസ്പോസിഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ സാധാരണഗതിയിൽ പെരുമാറുക. സോ എ പേഴ്സൺ മേ ഹാവ് സച്ച് സെൻട്രൽ ഡിസ്പോസിഷൻ ആസ് പഞ്ച്വാലിറ്റി. കണ്ടോ, കൃത്യനിഷ്ഠത, ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി, അറ്റൻറ്റീവ്നെസ്, ശ്രദ്ധ, ഹോണസ്റ്റി, സത്യസന്ധത, ലോയൽറ്റി, വിശ്വസ്തത, ഇതൊക്കെ ഒരു സെൻട്രൽ ഡിസ്പോസിഷൻ ആണ്. അപ്പോൾ അതുള്ള ആളുകൾ, ഈ പറയപ്പെട്ട
ഡിസ്പോസിഷൻ സെൻട്രൽ ഡിസ്പോസിഷൻ ആയിട്ടാണ് നിങ്ങളിൽ ഉള്ളത് എങ്കിൽ അധിക സമയവും നിങ്ങൾ അതെന്ത് ചെയ്യും, അത് പ്രകടിപ്പിക്കും. അപ്പോൾ വിവാഹ ആലോചന നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ ആ ഒരു വരനെ കുറിച്ച് അല്ലെങ്കിൽ വധുവിനെ കുറിച്ച് വിശേഷിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം സെൻട്രൽ ഡിസ്പോസിഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ സെൻട്രൽ ഡിസ്പോസിഷൻ എന്തൊക്കെ ആയിരിക്കും എന്ന്. ഓക്കെ അല്ലേ? അപ്പോൾ ഏറ്റവും ടോപ്പ് കാർഡിനൽ ഡിസ്പോസിഷൻ, അതെല്ലാവരിലും ഉണ്ടായിരിക്കില്ല. രണ്ടാമത്തത് സെൻട്രൽ ഡിസ്പോസിഷൻ, അതെല്ലാ വ്യക്തികളിലും ഉണ്ടായിരിക്കും. എല്ലാ വ്യക്തികളിലും പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് സെൻട്രൽ ഡിസ്പോസിഷൻ ആണ്. ഇനി ദെൻ സെക്കൻഡറി ഡിസ്പോസിഷൻ. അപ്പോൾ ആ ഒരു സ്ഥാനം വെച്ച് നമുക്കൊന്ന് നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും താഴെ വരുന്ന ഡിസ്പോസിഷൻ. ആകെ 3 ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സോ ദീസ് ആർ നോട്ട് വെരി കൺസിസ്റ്റൻറ്റ്. ഇത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതല്ല. നമ്മൾ നേരത്തെ സെൻട്രൽ ഡിസ്പോസിഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞു. ഇതങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതല്ല. ആൻഡ് അതേഴ്സ് ലെസ് റിലവൻറ്റ് ഇൻ റിഫ്ലക്റ്റിംഗ് ദ പേഴ്സണാലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരാളുടെ വ്യക്തിത്വത്തെ വിലയിരുത്താൻ കഴിയില്ല. നേരത്തെ പറഞ്ഞ സെൻട്രൽ ഡിസ്പോസിഷൻ ഒരു വ്യക്തി ആ ഒരു നിലയ്ക്കായിരിക്കും മിക്കവാറും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുക. അതുകൊണ്ട് അത് വെച്ച് സെൻട്രൽ ഡിസ്പോസിഷൻ വെച്ച് ഒരാളുടെ പേഴ്സണാലിറ്റിയെ നമുക്ക് വിലയിരുത്താൻ കഴിയും. പക്ഷേ സെക്കൻഡറി ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ചില സാഹചര്യത്തിൽ അയാൾ അങ്ങനെ ചെയ്യും, ചിലപ്പോൾ ചെയ്യില്ല. അതുകൊണ്ട് ഇത് അയാളുടെ വ്യക്തിത്വമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഉദാഹരണം, ഫുഡ് ആൻഡ് ക്ലോത്ത് പ്രിഫറൻസസ്, നമ്മൾ ധരിക്കുന്ന വസ്ത്രം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇതൊക്കെ സെക്കൻഡറി ഡിസ്പോസിഷൻ ആണ്. കാരണം ഇത് നമ്മുടെ ചില സാഹചര്യത്തിൽ നമ്മൾ ചില ഭക്ഷണങ്ങൾ കഴിക്കും. നമുക്കിപ്പോൾ ബിരിയാണി ഇഷ്ടമാണ് എന്ന് കരുതി എപ്പോഴും ബിരിയാണി കഴിക്കുന്നവരാണോ? അല്ല, അല്ലേ? അങ്ങനെ അല്ല. നമുക്ക് ചില സമയങ്ങളിൽ അത് കഴിക്കാൻ ആഗ്രഹം തോന്നും. അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രമാണോ നമ്മൾ എന്നും ധരിക്കുന്നത്? ആയിരിക്കില്ല, അല്ലേ? സോ അത് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ചില പ്രത്യേക സാഹചര്യത്തിൽ മാത്രമാണ് പ്രകടിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഇത് വെച്ച് ഒരാളുടെ സെക്കൻഡറി ഡിസ്പോസിഷൻ വെച്ച് ഒരാളുടെ വ്യക്തിത്വത്തെ വിലയിരുത്താൻ കഴിയില്ല. സോ മേ ബി കൺസിഡർ എ സെക്കൻഡറി ഡിസ്പോസിഷൻ. അപ്പോൾ നമുക്ക് ഭക്ഷണം, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, വസ്ത്രം, അതേപോലെ നമ്മുടെ ചില ആറ്റിറ്റ്യൂഡുകളിൽ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചുള്ള ക്ലാസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനോടോ ഒരു ആശയത്തോടോ ഉള്ള നമ്മുടെ സമീപനമാണ്. അതിനെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചില ആറ്റിറ്റ്യൂഡുകളിലോ അതൊക്കെ സെക്കൻഡറി ഡിസ്പോസിഷൻ ആണ്. കാരണം ചിലപ്പോൾ അതും ആറ്റിറ്റ്യൂഡുകൾ മാറി വരാനൊക്കെ സാധ്യതയുണ്ടോ കേട്ടോ. സാധ്യതയാണ്. ആറ്റിറ്റ്യൂഡ് അങ്ങനെ പെട്ടെന്ന് മാറുന്ന സാധനമൊന്നുമല്ല. സോ നമ്മൾ ഇപ്പോൾ പഠിച്ചത് ആൽപോർട്ടിൻ്റെ ട്രൈറ്റ് തിയറിയാണ്. ആൽപോർട്ട് ട്രൈറ്റിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അദ്ദേഹം കോമൺ ട്രൈറ്റ് എന്നും അതേപോലെ ഇൻഡിവിജ്വൽ ട്രൈറ്റിനെ ഡിസ്പോസിഷൻ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അല്ലെ? പേഴ്സണൽ ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഡിസ്പോസിഷൻ അദ്ദേഹം 3 തിരിച്ചു. അത് 3 നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ റൈമൺ കാറ്റലിലേക്ക് പോവുകയാണ്. റൈമൺ കാറ്റൽ നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയമുള്ള ഒരു പേരായിരിക്കും. കാരണം ഇന്റലിജൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെയും ഇദ്ദേഹത്തെ പഠിച്ചിട്ടുണ്ടാവും. റൈമൺ കാറ്റൽസ് തിയറി 1965. So Cattell spoke of the multiple traits that comprise the personality. അപ്പോൾ നമ്മുടെ റൈമൺ കാറ്റലിൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ ഒരുപാട് ട്രൈറ്റുകളുണ്ട്. മൾട്ടിപ്പിൾ ട്രൈറ്റ്സ്, ഒരാളുടെ വ്യക്തിത്വത്തിൽ ഒരുപാട് ട്രൈറ്റുകളുണ്ടാവും, അത് ഉറപ്പാണ്, അല്ലേ? സോ ദാറ്റ് കംപ്രൈസ് ദ പേഴ്സണാലിറ്റി. ദ എക്സ്റ്റെന്റ് ടു വിച്ച് ദീസ് ട്രൈറ്റ്സ് ആർ ജനറ്റിക്കലി ആൻഡ് എൻവയോൺമെന്റലി ഡിറ്റർമൈൻഡ്. ഇത്തരം ട്രൈറ്റുകൾ നമ്മിൽ വരുന്നത് ജനിതകമായിട്ടും അതേപോലെ പരിസരത്തിൽ നിന്നുമൊക്കെ തന്നെയാണ്. ആൻഡ് ദ വേസ് ഇൻ വിച്ച് ജനറ്റിക് ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇന്ററാക്ട് ടു ഇൻഫ്ലുവൻസ് ബിഹേവിയർ. അതേപോലെ ഇവ നമ്മുടെ സ്വഭാവത്തെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ മാത്രം ഇന്ററാക്ട് ചെയ്യുന്നത്, ആ തരത്തിലൊക്കെയാണ് ട്രൈറ്റ് ഉണ്ടായിത്തീരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രൈറ്റ് വരുന്നത് ജനിതകമായിട്ടും പാരിസ്ഥിതി ബന്ധത്തിലൂടെയും ആണ്. അത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ട്രൈറ്റുകൾ ഒരാളിലേക്ക് വരുന്നത് ജനിതകപരമായും അതേപോലെ പാരിസ്ഥിതിക ഘടകങ്ങളുടെ സ്വാധീനവും കൊണ്ടാണ്. സോ അക്കോർഡിംഗ് ടു കാറ്റൽ, പേഴ്സണാലിറ്റി ഈസ് that which permits us to predict what a person will do in a given situation. ഒരു സാഹചര്യത്തിൽ ഒരാൾ എങ്ങനെയായിരിക്കും പെരുമാറുക എന്ന് നമുക്ക് അയാളുടെ വ്യക്തിത്വം മനസ്സിലാക്കിയാൽ പ്രവചിക്കാൻ കഴിയും. അപ്പോൾ ഒരാളുടെ വ്യക്തിത്വം അനുസരിച്ചായിരിക്കും ഓരോ സാഹചര്യത്തിൽ അയാൾ പെരുമാറുക എന്ന് നമ്മൾ തുടക്കം മുതലേ പറയുന്ന സംഗതിയാണ്. അപ്പോൾ ഒരാളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾ എങ്ങനെ പെരുമാറും, നിശ്ചിത സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറും എന്ന് നമുക്ക് മനസ്സിലാകും. So in the line with his mathematical analysis of personality, prediction of behavior can be made by means of a specification equation. അപ്പോൾ അദ്ദേഹം കുറച്ച് മാത്സുമായിട്ട് ബന്ധപ്പെട്ട
ഗവേഷണങ്ങൾ നടത്തുന്ന ആളാണ്. അപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിൽ കൂടിയാണ്, ഒരു ഇക്വേഷനിൽ കൂടിയാണ് അദ്ദേഹം സ്വഭാവത്തെക്കുറിച്ച്, വ്യക്തിത്വത്തെക്കുറിച്ച് അദ്ദേഹം വിലയിരുത്തുന്നത്. അപ്പോൾ ഒരാളുടെ വ്യക്തിത്വം വിലയിരുത്താനുള്ള ഒരു ഫോർമുല അദ്ദേഹം കൊണ്ടുവരുന്നുണ്ടോ, അതൊന്ന് പഠിച്ചു വെക്കുക. R = F × SP. R = F × SP. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ R എന്ന് പറയുന്നത് റെസ്പോൺസ് ആണ്, നമ്മുടെ പ്രതികരണമാണ്. പ്രതികരണം, റെസ്പോൺസ് ഓഫ് ദ പേഴ്സൺ ഈസ് എ ഫങ്ഷൻ ഓഫ് ദ സ്റ്റിമുലസ്. ഇനി F എന്ന് പറയുന്നത് ഫങ്ഷൻ ആണ്, ഫങ്ഷൻ. S സ്റ്റിമുലസ് ആണ്, സ്റ്റിമുലസ്. F ഫങ്ഷൻ ആണ്, S സ്റ്റിമുലസ് ആണ്. അറ്റ് എ ഗീവൻ മൊമെന്റ് ഇൻ എ ടൈം. അപ്പൊ നമ്മുടെ പ്രതികരണം എന്ന് പറയുന്നത് അത് ഒരു നിശ്ചിത സ്റ്റിമുലസ് കിട്ടുന്ന സമയത്ത് അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, അതേപോലെ നമ്മുടെ പേഴ്സണാലിറ്റി സ്ട്രക്ചർ എങ്ങനെയാണ് എന്നതനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ റെസ്പോൺസ് ആണ്, നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത ഫങ്ഷനിൽ, ഒരു നിശ്ചിത ഫങ്ഷൻ, അപ്പോൾ നിശ്ചിത ഒരു പ്രവൃത്തിയിൽ നമുക്ക് കിട്ടുന്ന സ്റ്റിമുലസും നമ്മുടെ പേഴ്സണാലിറ്റിയും അനുസരിച്ചിരിക്കും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഓർത്തിരിക്കുക. നമ്മുടെ പ്രതികരണം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ, നമ്മുടെ മുന്നിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന സ്റ്റിമുലസും അതേപോലെ നമ്മുടെ പേഴ്സണാലിറ്റിയും അനുസരിച്ചാണ് പ്രതികരണം വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ് അല്ലേ. റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ജ്യൂസ് ഓർഡർ ചെയ്തു. വെയിറ്റർ കൊണ്ട് വെക്കുന്ന സമയത്ത് അറിയാതെ അത് തട്ടി നമ്മുടെ പുറത്തേക്ക് വീണു. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്? ചില ആളുകൾ പെട്ടെന്ന് ദേഷ്യപ്പെടും, ചില ആളുകൾ കുഴപ്പമില്ല, സാരമില്ല എന്ന് പറഞ്ഞ് നിൽക്കും അല്ലേ. അപ്പോൾ അവിടെ നമ്മുടെ റെസ്പോൺസ്, അഥവാ ആ വെയിറ്ററിനോടുള്ള നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് ആ ഒരു നിശ്ചിത സാഹചര്യത്തിലുള്ള സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റിമുലസ് ആ ഒരു വെയിറ്റർ നമ്മളെ പുറത്തേക്ക് ജ്യൂസ് തട്ടിയിടുക എന്നുള്ളതാണ് അവിടുത്തെ സ്റ്റിമുലസ്. അപ്പോൾ ആ ഒരു സാഹചര്യവും അത് തന്നെയാണ്. ആ റെസ്റ്റോറൻറ്റിൽ നമ്മൾ കോൺഫ്രണ്ട് ചെയ്ത സാഹചര്യം. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ റെസ്പോൺസ് ഓഫ് ദ പേഴ്സൺ ഈസ് എ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ പ്രവർത്തനമാണ്, നമ്മളിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനം. അപ്പോൾ നമ്മുടെ പ്രവർത്തനവും അതേപോലെ ആ ഒരു സ്റ്റിമുലസ്, റെസ്റ്റോറൻറ്റിൽ വെച്ച് ആ ഒരു വെയിറ്റർ നമ്മുടെ പുറത്തേക്ക് ജ്യൂസ് ഇടുന്നു എന്നുള്ളത് നമ്മുടെ സ്റ്റിമുലസ് ആണ്. ദെൻ P എന്ന് പറയുന്ന പേഴ്സണാലിറ്റിയാണ്, പേഴ്സണാലിറ്റി. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയും ആ സ്റ്റിമുലസും കൂടി ചേർന്നുകൊണ്ടാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊരു സ്റ്റിമുലസ് കിട്ടിയിട്ടുണ്ട്, അതിനോട് പ്രതികരിക്കണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വം കൂടി അവിടെ വർക്ക് ചെയ്യും. പിന്നെ ആ ഒരു മൊമെന്റ്, അഥവാ ഫങ്ഷൻ അല്ലെ, ഫങ്ഷൻ ഓഫ് ദ സ്റ്റിമുലസ്, ആ സ്റ്റിമുലസ് ചെയ്ത ഫങ്ഷനും അതേപോലെ നമ്മുടെ വ്യക്തിത്വവും കൂടി ചേർന്നാണ് അവിടെ റെസ്പോൺസ് വരുന്നത് എന്ന് ഓർക്കുക. അപ്പോൾ R റെസ്പോൺസ് ആണ്, F ഫങ്ഷൻ ആണ്, ഫങ്ഷൻ കേട്ടോ, ഫങ്ഷൻ. S സ്റ്റിമുലസ് ആണ്. അപ്പോൾ ഫങ്ഷൻ ഓഫ് ദ സ്റ്റിമുലസ് എന്നാണ്, ഫങ്ഷൻ ഓഫ് ദ സ്റ്റിമുലസ്. ദെൻ പേഴ്സണാലിറ്റി. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഫങ്ഷൻ F ഇല്ലായെങ്കിലും കുഴപ്പമില്ലായിരുന്നു അല്ലേ. F ഇല്ലായെങ്കിലും കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ പ്രതികരണം എന്ന് പറയുന്നത് ഒരു സ്റ്റിമുലസും നമ്മുടെ പേഴ്സണാലിറ്റിയും കൂടി ചേരുന്നതാണ് നമ്മുടെ പ്രതികരണം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഇക്വേഷൻ കണ്ട് നിങ്ങൾ കുഴയൊന്നും വേണ്ട. പക്ഷെ ഇവിടെ F പറഞ്ഞത് ആ ഫങ്ഷൻ ഓഫ് സ്റ്റിമുലസ്, അവിടെ സ്റ്റിമുലസ് ചെയ്ത ഫങ്ഷനും ആ ഫങ്ഷൻ ഓഫ് പേഴ്സണാലിറ്റിയുടെ ഫങ്ഷനും, അഥവാ സ്റ്റിമുലസിന്റെ പ്രവർത്തനവും നമ്മുടെ പേഴ്സണാലിറ്റിയുടെ സ്ട്രക്ചറിന്റെ പ്രവർത്തനവും അതും കൂടി ചേർന്നാണ് റെസ്പോൺസ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റിമുലസും പേഴ്സണാലിറ്റിയുടെയും ഫങ്ഷൻസ് ആണ്, അവയുടെ ഫങ്ഷൻസ് ആണ് റെസ്പോൺസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. സോ ദിസ് ഇക്വേഷൻ കൺവേസ് കാറ്റിൽ സ്ട്രോങ് ബിലീഫ് ദാറ്റ് ഹ്യൂമൻ ബിഹേവിയർ ഇസ് ഡിറ്റർമൈൻഡ് ആൻഡ് ക്യാൻ ബി പ്രഡിക്റ്റഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, ഒരു നിശ്ചിത സ്റ്റിമുലസ് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി അനുസരിച്ചായിരിക്കും പെരുമാറുന്നത്. അപ്പോൾ അയാളുടെ പേഴ്സണാലിറ്റി അറിയാമെങ്കിൽ അയാൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ചില ആളുകളെ കുറിച്ച് അയാളിൽ നിന്നും, ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ അച്ഛനിൽ നിന്ന് അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഒരു കാര്യം സാധിക്കണമെങ്കിൽ അവർക്ക് അവരെ സോപ്പിടാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരെ സോഫ്റ്റ് ആക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അത് അവരുടെ പേഴ്സണാലിറ്റിയിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, ഒന്നെങ്കിൽ അവരെ സഹായിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും സർവീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ആവശ്യം അങ്ങോട്ട് മുന്നോട്ട് വയ്ക്കും. അപ്പം
ആവശ്യം പെട്ടെന്ന് നിറവേറും. കാരണം അവരുടെ പേഴ്സണാലിറ്റി അനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്താൽ അവർ സോഫ്റ്റ് ആകുമെന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ്. സോ ട്രൈറ്റ്സ് ആർ എ മേജർ പാർട്ട് ഓഫ് കാറ്റൽസ് തിയറി. അപ്പോൾ കാറ്റലിൻ്റെ തിയറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രൈറ്റ് ആണ്, വിച്ച് ഹി ഡിഫൈൻ ആസ് ദ ഇൻഡിവിജ്വൽ സ്റ്റേബിൾ ആൻഡ് പ്രഡിക്റ്റബിൾ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ട്രൈറ്റ് എന്ന് പറയുന്നത് ഒരാളിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന, നമുക്ക് അയാളെക്കുറിച്ച് പ്രവചിക്കാൻ കഴിയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിനെക്കുറിച്ച് നമുക്കറിയാമെങ്കിൽ, ഒരാളുടെ ട്രൈറ്റ് എന്താണെന്ന് അറിയാമെങ്കിൽ നമ്മൾ ഓരോ സാഹചര്യത്തിലും അയാൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയും എന്നാണ് കാറ്റൽ പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അപ്പോൾ അത് ഓക്കെ അല്ലേ? അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക. അവിടെ ഒരു ഇക്വേഷൻ വന്നു എന്ന് കരുതി, ഇക്വേഷൻ ഉണ്ടല്ലോ എന്ന് കരുതി ടെൻഷൻ അടിക്കരുത്. അവിടെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പ്രതികരണം എന്ന് പറയുന്നത് ഒരു നിശ്ചിത സാഹചര്യത്തിൽ നമുക്ക് വരുന്ന സ്റ്റിമുലസ്, നമുക്ക് കിട്ടുന്ന സ്റ്റിമുലസും നമ്മുടെ പേഴ്സണാലിറ്റിയും അനുസരിച്ചായിരിക്കും നമ്മുടെ പ്രതികരണം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിമുലസ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, എഫ് ഫംഗ്ഷനാണ്, നമ്മുടെ സ്റ്റിമുലസ് എങ്ങനെയാണോ ഫംഗ്ഷൻ ചെയ്യുന്നത്, നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണോ ഫംഗ്ഷൻ ചെയ്യുന്നത്, ഇവ തമ്മിലുള്ള ആകെത്തുകയായിരിക്കും നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി റൈമൻ കാറ്റൽ ട്രൈറ്റിനെ രണ്ടായിട്ട് തരംതിരിക്കാൻ പോവാണ്. ആൽപോർട്ട് മൂന്നായിട്ട് തരംതിരിച്ചു. എന്തിനെ? പേഴ്സണൽ ഡിസ്പോസിഷനെ. ഇവിടെ അദ്ദേഹം പേഴ്സണൽ ഡിസ്പോസിഷൻ എന്ന പേരൊന്നും കൊടുത്തില്ല, അത് ആൽപോർട്ട് കൊടുത്ത പേരാണ്. ട്രൈറ്റ് എന്നുള്ള പേര് തന്നെ കാറ്റൽ യൂസ് ചെയ്യാണ്. അദ്ദേഹം പറയുന്നു ട്രൈറ്റ് രണ്ട് തരത്തിലുണ്ട്, സർഫസ് ട്രൈറ്റും സോഴ്സ് ട്രൈറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ട്രൈറ്റ് രണ്ട് തരത്തിലുണ്ട്, സർഫസ് ട്രൈറ്റും സോഴ്സ് ട്രൈറ്റും. അപ്പോൾ ഈ സർഫസ് ട്രൈറ്റ്, സോഴ്സ് ട്രൈറ്റ് ഇതാരാണ് പറഞ്ഞത് എന്ന് സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഇതൊരു കടലാണ് അല്ലേ? ഇതൊരു കടലാണെന്ന് കരുതുക. സപ്പോസ് കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങോട്ട് വരിക ഞാൻ. ഇതൊരു കടലാണ് എന്ന് കരുതുക. കടലിലേക്ക് കാറ്റടിക്കുന്നു. കാറ്റടിക്കുമ്പോൾ കടലിൻ്റെ മുകളിലേക്കും അടിക്കാം, താഴേക്കും ആ ഒരു കാറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകാം എന്നോർക്കുക കേട്ടോ. ഒരു കടലിലേക്ക് കാറ്റടിക്കുന്നു, ആ കാറ്റിൻ്റെ ഇൻഫ്ലുവൻസ് കടലിന് മുകളിലും ഉണ്ടാകാം, താഴെയും ഉണ്ടാകാം. അഥവാ കാറ്റ്, അതാവുമ്പോൾ കാറ്റൽ, കാറ്റിൽ നിന്ന് കാറ്റലിനെ ഓർക്കുക. കടലിൻ്റെ മുകളിൽ എന്ന് പറയുമ്പോൾ സർഫസ്, ഉപരിതലം എന്നല്ലേ. സോഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉറവിടം, അപ്പോൾ നമുക്കത് താഴെ എന്ന് പറയാം. അപ്പോൾ കാറ്റൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ കടലിൻ്റെ മുകളിലും താഴെ എന്ന് ഓർക്കുക. അപ്പോൾ അതിൽ നിന്നും സർഫസ് ട്രൈറ്റ്, സോഴ്സ് ട്രൈറ്റ് പറഞ്ഞത് റൈമൻ കാറ്റലാണെന്ന് ഓർത്തിരിക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സർഫസ് ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ആർ നോട്ട് കൺസിസ്റ്റന്റ് ഓവർ ടൈം. അത് നമ്മിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സാധനമല്ല. ആൻഡ് ഡു നോട്ട് ഹാവ് മച്ച് വാല്യൂ ഇൻ അക്കൗണ്ടിങ് ഫോർ ദ ഇൻഡിവിജ്വൽസ് പേഴ്സണാലിറ്റി. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് ഒരാളുടെ പേഴ്സണാലിറ്റിയെ വിലയിരുത്താൻ കഴിയില്ല. ഏതുപോലെ നമ്മൾ സെക്കൻഡറി പ്രീ ഡിസ്പോസിഷൻ അല്ലെങ്കിൽ ഡിസ്പോസിഷൻ പറഞ്ഞില്ലേ ആൽപോർട്ട്. എന്നിട്ട് ആൽപോർട്ട് പറഞ്ഞു ഇത് വെച്ച് ഒരാളുടെ സ്വഭാവത്തെ വിലയിരുത്താൻ കഴിയില്ല എന്നതുപോലെ ഒരാളുടെ സർഫസ് ട്രൈറ്റ് എന്ന് പറയുമ്പോൾ അയാൾ പുറമേ കാണിക്കുന്നതാണ്. അത് പലപ്പോഴും അയാൾ പല രീതിയിലായിരിക്കും പെരുമാറുന്നത്. അത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സാധനമല്ല. അപ്പോൾ സർഫസ് ട്രൈറ്റ്. അപ്പോൾ കടല്, ശാന്തമായിട്ടുള്ള കടൽ കണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കരുത് എന്ന് പറയാറുണ്ട്. കടലിന്റെ മുകൾ ഭാഗം കണ്ട് അത് ശാന്തമാണ്, ആഴമില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ ഉള്ളിലേക്ക് വലിയ ഒഴുക്കുണ്ടാകും അല്ലേ? അപ്പോൾ ഉപരിതലത്തിലുള്ള സാധനം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഉപരിതലം ശാന്തമാണ് എന്നതുകൊണ്ട് കടല് ശാന്തമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് എന്ന് നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ സർഫസ് ട്രൈറ്റ് എന്ന് പറയുന്നത് അത് കൺസിസ്റ്റന്റ് അല്ല. അത് വെച്ച് നമുക്കൊരാളുടെ വ്യക്തിത്വത്തെ അളക്കാൻ കഴിയില്ല. ഇനി സോഴ്സ് ട്രൈറ്റ് എന്ന് പറയുന്നത് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പേഴ്സണാലിറ്റി. അതാണ് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ബിൽഡിംഗ് ബ്ലോക്ക്. അവിടെ സെൻട്രൽ ട്രൈറ്റ് എന്ന് പറഞ്ഞതുപോലെ which determine the consistencies of each person's behavior over an extended period of time. മിക്ക സമയങ്ങളിലും അല്ലെങ്കിൽ കുറേ നാളത്തേക്ക് നമ്മുടെ സ്വഭാവം എങ്ങനെയാണ് നമ്മുടെ സ്വഭാവം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തോടെ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ സോഴ്സ് ട്രൈറ്റിലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഒരാളുടെ സോഴ്സ് ട്രൈറ്റ് അനുസരിച്ചായിരിക്കും അയാളുടെ പ്രതികരണം വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ സർഫസ് ട്രൈറ്റ് വെച്ച് നമുക്ക് സ്വഭാവത്തെ വിലയിരുത്താൻ കഴിയില്ല, കാരണം അത് കൺസിസ്റ്റന്റ് അല്ല. എന്നാൽ സോഴ്സ് ട്രൈറ്റ് അതാണ് നമ്മുടെ സ്വഭാവത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് റൈമൻ കാറ്റൽ പറയുന്നത്. ആൽപോർട്ട് എവിടെ പറഞ്ഞതുപോലെ സെൻട്രൽ ട്രൈറ്റിൽ പറഞ്ഞതുപോലെ ഇത് കൺസിസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ഇത് വെച്ച് നമുക്ക് ഒരാളുടെ പേഴ്സണാലിറ്റിയെ വിലയിരുത്താൻ കഴിയും എന്ന് അദ്ദേഹം പറയുന്നു. Then based on extensive research, Cattell identified 60 source traits that constitute the underlying structure of personality. പിന്നീട് അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ കൊണ്ട് ഒരു 16 സോഴ്സ് ട്രൈറ്റുകൾ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. എണ്ണം പഠിച്ചാൽ മതി, അത് എത്ര ഉണ്ട് എന്ന് പഠിക്കണ്ട.
അല്ലേ? സോഴ്സ് ട്രൈറ്റ് ആണ് ഒരാളുടെ സ്വഭാവത്തെ കൺസിസ്റ്റന്റ് ആക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു സോഴ്സ് ട്രൈറ്റ് 16 ഉണ്ട് കേട്ടോ. 16 ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ കടലും ആറെന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ആറ് ഒരു വാട്ടർ ബോഡിയെ സൂചിപ്പിക്കുന്നതല്ലേ. അപ്പോൾ രണ്ടും വാട്ടർ ബോഡീസ് അല്ലേ, കടൽ 6. അപ്പോൾ നമ്മൾ കടൽ ഓൾറെഡി റൈമൻ കാറ്റിലായിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 16 സോഴ്സ് ട്രൈറ്റ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈങ് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി സച്ച് എസ് ഔട്ട് ഗോയിങ്, റിസർവ്ഡ്. ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളുമായിട്ട് ഒരുപാട് പേരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് നേടാൻ പറ്റുന്നത് സോഷ്യബിൾ ആയിട്ടുള്ള ആളുകളാണ് ഔട്ട് ഗോയിങ്. റിസർവ്ഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് ഫ്രണ്ട്ലി അല്ല, ചില ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് മാത്രമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ് റിസർവ്ഡ്. സ്റ്റേബിൾ, ഇപ്പോൾ ഒരാളുടെ ഇമോഷൻ സ്റ്റേബിൾ ആയിരിക്കുക. ദെൻ ഇമോഷണൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വൈകാരികമായിട്ട് ഔട്ട് ബേസ്റ്റ് ചെയ്യുന്ന ആളുകൾ. ദെൻ സെൽഫ് സഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് സ്വയം കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന സ്വയം പര്യാപ്തതയുള്ള ആൾ. ഗ്രൂപ്പ് ഡിപ്പെൻഡൻറ്റ് അഥവാ ഒരു സംഘത്തോട് ആശ്രയിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെ 16 പറയുന്നുണ്ട്. ഇങ്ങനെ 16 സോഴ്സ് ട്രൈറ്റുകൾ പറയുന്നുണ്ട്. 16 നമ്മൾ എണ്ണി പഠിക്കേണ്ട ആവശ്യമില്ല. 16 സോഴ്സ് ട്രൈറ്റുകളുണ്ട്. ആ എണ്ണം മാത്രം പഠിച്ചാൽ മതി. സോ ഹി കൺസ്ട്രക്റ്റഡ് എ സ്കെയിൽ ടു മെഷർ ദീസ് സോഴ്സ് ട്രൈറ്റ്. അപ്പോൾ സോഴ്സ് ട്രൈറ്റുകളെ അളക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരും നമുക്കിനി എളുപ്പമാണ്, കാരണം 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സോഴ്സ് ട്രൈറ്റുകളെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹമാണ്. സോ 16 PF ക്വസ്റ്റ്യനെയർ. 16 PF, ഇവിടുത്തെ PFന്റെ ഉദ്ദേശം പേഴ്സണാലിറ്റി ഫാക്ടർ അഥവാ ട്രൈറ്റ്സ്. 60 PF ക്വസ്റ്റ്യനെയർ കൊണ്ടുവന്നത് റൈമൻ കാറ്റലാണ്. അപ്പൊ കാറ്റൽസ് 60 PF ക്വസ്റ്റ്യനെയർ. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? സോ നമ്മൾ റൈമൻ കാറ്റലിനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് നേരെ ഐസങ്കിലേക്ക് വരാം. ഐസക് അല്ല കേട്ടോ, ഐസെങ്ക് എന്നാണ് സ്പെല്ലിംഗ്. ശ്രദ്ധിക്കുക, ഐസെങ്ക്. ഇവിടെ നോക്കൂ, കണ്ണട വെച്ച് തന്നെ ഇരിപ്പുണ്ട് അല്ലേ. അപ്പൊ ഐസെങ്ക് ആണ്, എന്തല്ല ഐസക് അല്ല കേട്ടോ. ഐസക് അല്ല, ഐസെങ്ക് ആണ്. സോ the essence of Eysenck's theory is that the elements of personality can be arranged hierarchically. അപ്പൊ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നമുക്ക് ഒരാളുടെ സ്വഭാവത്തെ ശ്രേണികളായിട്ട് അടുക്കാൻ കഴിയും. നമ്മൾ എബ്രഹാം മാസ്ലോ പറഞ്ഞ ആ ഒരു ശ്രേണി പോലെ ശ്രേണിയായിട്ട് അടുക്കാൻ കഴിയും. അപ്പൊ അതിന്റെ ടോപ്പ് ബോട്ടം ഒക്കെ ഉണ്ടാവും. ഇൻ ദിസ് സ്കീം certain super traits and types such as extroversion exert a powerful influence over behavior. അപ്പൊ ഈ പറയപ്പെട്ടതിൽ ചില സൂപ്പർ ട്രൈറ്റ്സ് ഉണ്ട്, അഥവാ ഒരാളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ചില ട്രൈറ്റുകളുണ്ട്. അപ്പോൾ ഒരാളുടെ സ്വഭാവ ഗുണങ്ങൾ അഥവാ ട്രൈറ്റ്സും ടൈപ്പൊക്കെ ഒരു ഹെറാർക്കി ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ ഒരു ഹെറാർക്കിക്കകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ചില ട്രൈറ്റ്സുകൾ ഉണ്ടാകും. ഏതുപോലെ? എക്സ്ട്രോവേർഷൻ. നമ്മൾ എക്സ്ട്രോവേർട്ട് എന്ന് പറയില്ലേ, അത് എക്സ്ട്രോവേർട്ട് ബഹിർമുഖൻ എന്ന അർത്ഥത്തിന് പറയുന്ന ആ ഒരു എക്സ്ട്രോവേർഷൻ തന്നെ. സോ അക്കോർഡിംഗ് ടു ഐസെങ്ക്, ഫോക്കസ് ഹാസ് ബീൻ ഓൺ എ സ്മോൾ നമ്പർ ഓഫ് പേഴ്സണാലിറ്റി ടൈപ്സ്. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം ഒരുപാട് പേഴ്സണാലിറ്റി ടൈപ്പുകളെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ നമ്മൾ ടൈപ്പോളജി എന്ന് പറയുന്നത് പേഴ്സണാലിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്. അപ്പൊ നമ്മുടെ കോഴ്സ് പ്രകാരം നമുക്ക് ഒരുപാട് ടൈപ്പ് തിയറി ഒന്നും പറയാനില്ല. നമുക്ക് ആവശ്യമുള്ള ടൈപ്പ് തിയറി ഒന്ന് ഐസെങ്കിന്റെ ടൈപ്പ് തിയറിയാണ്. അപ്പൊ ഐസെങ്കിന്റെ ടൈപ്പ് തിയറിയിൽ അദ്ദേഹം 2 പ്രധാനപ്പെട്ട ഡൈമെൻഷൻസ്, 2 മേജർ ഡൈമെൻഷൻസ്, അഥവാ അദ്ദേഹം ആദ്യം 2 ഡൈമെൻഷൻസ് പറഞ്ഞു. നമ്മുടെ പേഴ്സണാലിറ്റിക്ക് 2 ഡൈമെൻഷൻ ഉണ്ട്. പിന്നീട് അദ്ദേഹം തന്നെ അതിനെ റിവൈസ് ചെയ്ത് 3 ആക്കി. ഓക്കെ അല്ലേ? നമ്മൾ നേരത്തെ PYQവിൽ കണ്ടപ്പോൾ ഐസെങ്കിന്റെ ചോദ്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഐസെങ്ക് ആദ്യം പേഴ്സണാലിറ്റി ഡൈമെൻഷൻസ് 2 ആണെന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം തന്നെ റിവൈസ് ചെയ്ത് 3 ആക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഡൈമെൻഷൻ എന്ന് പറയുമ്പോൾ 2 മാനങ്ങൾ, അഥവാ ഒന്നെങ്കിൽ ഒരാളിൽ ഇൻട്രോവേർഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ എക്സ്ട്രോവേർഷൻ ആകും. ഇതാണ് ഒരു ഡൈമെൻഷൻ. രണ്ടാമത്തെ ഡൈമെൻഷൻ, ഒന്നെങ്കിൽ ഒരാൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാകും, അല്ലെങ്കിൽ ഇൻസ്റ്റെബിലിറ്റി. അപ്പോൾ ഒന്നെങ്കിൽ ഒരാൾ ഇൻട്രോവേർട്ട് അഥവാ ആളുകളായിട്ട് സോഷ്യബിൾ ആയിരിക്കില്ല, അന്തർമുഖനായിരിക്കും, അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് ആയിരിക്കും, എക്സ്ട്രോവേർഷൻ. ഇതാണ് ഒരു ഡൈമെൻഷൻ. രണ്ടാമത്തെ ഡൈമെൻഷൻ, ഒന്നെങ്കിൽ അയാൾ വൈകാരികമായി ഒരു വൈകാരിക സ്ഥിരതയുള്ള ആളുകൾ. ഇപ്പം നമ്മളൊക്കെ കോമൺ പീപ്പിൾ ആണ്. അതുകൊണ്ട് നമുക്ക് വൈകാരിക സ്ഥിരതയുണ്ട് അല്ലേ? നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാനും നമുക്ക് ദേഷ്യം ഉണ്ടാകുന്ന സമയത്ത് അത് ഒരു നിശ്ചിത തോതിൽ പ്രകടിപ്പിക്കാനൊക്കെ നമുക്ക് കഴിവുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് ഇൻസ്റ്റെബിലിറ്റി, വൈകാരിക സ്ഥിരതയില്ല, അവർക്ക് ന്യൂറോട്ടിസിസ് ആയിരിക്കും, അവർ മെന്റൽ ഹെൽത്ത് ഉള്ള ആളല്ല, നോർമൽ ആയിട്ടുള്ള ആളുകളായിരിക്കില്ല.
അതിന് ആ ഒരു ഇൻസ്റ്റബിലിറ്റി ഉള്ള അവസ്ഥയെ ന്യൂറോട്ടിസം എന്നാണ് പറയാറ്. സോ ഐസങ്ക് പ്രധാനമായിട്ടും 2 പേഴ്സണാലിറ്റി ഡയമെൻഷനെ കുറിച്ച് പറഞ്ഞു. ഒന്ന് ഇൻട്രോവേർഷൻ, എക്സ്ട്രോവേർഷൻ. 2 സ്റ്റെബിലിറ്റി, ഇൻസ്റ്റെബിലിറ്റി. ഇൻസ്റ്റെബിലിറ്റിയെ കുറിച്ച് നമുക്ക് ന്യൂറോട്ടിസം എന്നും പറയാം. Then based on these personality types, Eysenck proposed 4 separate categories of people. അപ്പോൾ ഇവിടെ 2 ട്രൈറ്റുകളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അല്ലേ. 2 ടൈപ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ 2 ടൈപ്സ് വെച്ച് അദ്ദേഹം ആളുകളുടെ ടൈപ്പിനെ 4 തരംതിരിക്കുന്നുണ്ട്. ഓക്കെ അല്ല, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ 2 ഡയമെൻഷൻസ് എന്നാണ് പറഞ്ഞത്. ഒന്നെങ്കിൽ ഒരു വ്യക്തി ഇൻട്രോവേർട്ട് ആയിരിക്കും അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് ആയിരിക്കും. ഇത് ഒരു ഡയമെൻഷനാണ് അല്ലേ, ഇത് ഒരു ഡയമെൻഷനാണ്. അല്ലെങ്കിൽ ഒരാൾ സ്റ്റേബിളോ അൺസ്റ്റേബിൾ ആയിരിക്കും, ഇത് 2ാമത്തെ ഡയമെൻഷനാണ്. അപ്പോൾ ഇവയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ എന്തായിട്ട് തിരിക്കുന്നുണ്ട്? 4 തിരിക്കുന്നുണ്ട് അല്ലേ. ആളുകളെ 4 തിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ എക്സ്ട്രോവേർട്ടും സ്റ്റെബിലിറ്റിയും ഉള്ള ഒരാൾ, എക്സ്ട്രോവേർട്ട് അല്ല, ഇൻട്രോവേർട്ടാണ്. അതോടൊപ്പം തന്നെ ആൾക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ട്. ഇൻട്രോവേർട്ടാണ് ആൾ, സമൂഹവുമായിട്ട് പെട്ടെന്ന് ഇടപെടുന്ന ആളല്ല, എന്നാൽ അതേസമയം ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ട്. ശ്രദ്ധിക്കുക, ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ട്. അങ്ങനെ ഒരാൾ അയാൾ ഒന്നെങ്കിൽ അയാൾ കാമായിരിക്കും, ശാന്തനായിരിക്കും, നമുക്ക് അയാളെ വിശ്വസിക്കാൻ കഴിയും അല്ലെ. ആൾ ഇൻട്രോവേർട്ട് ആണെങ്കിൽ ആൾ സ്റ്റേബിളാണ്. ദെൻ കൺട്രോൾഡായിരിക്കും, കാരണം ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ട് സോ അയാളുടെ വികാരങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളായിരിക്കും. പീസ്ഫുൾ ആയിരിക്കും, വളരെ സമാധാന പ്രിയനായിരിക്കും. കെയർഫുൾ, വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ആളായിരിക്കും. അപ്പോൾ ഒരു ഇൻട്രോവേർട്ട്, വളരെ ശ്രദ്ധിക്കുക, ഒന്നെങ്കിൽ ഒരാൾ ഇൻട്രോവേർട്ട് ആയിരിക്കും അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് ആയിരിക്കും. അത് ഒരു ഡയമെൻഷനാണ്. 2ാമത്തെ ഡയമെൻഷൻ ഒന്നെങ്കിൽ ഒരാൾ സ്റ്റേബിൾ ആയിരിക്കും, അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ ഒരു മനുഷ്യനിൽ ആദ്യത്തിൽ നിന്ന് ഒന്നും ഉണ്ടാകണം, 2ാമത്തതിൽ നിന്ന് ഒന്നും ഉണ്ടാകണം. ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. ഇവ 2ൽ നിന്നുള്ള ഓരോന്ന് വീതം ചേർന്നുള്ള കോമ്പിനേഷൻ ആയിരിക്കും ഒരാൾ ഉണ്ടാവുക. അഥവാ ഒന്നെങ്കിൽ ഒരാൾ ഇൻട്രോവേർട്ട് പ്ലസ് സ്റ്റേബിൾ ഇങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് പ്ലസ് അൺസ്റ്റേബിൾ, ഒരാളുടെ വ്യക്തിത്വം അങ്ങനെ ആയിരിക്കും വരിക. അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് പ്ലസ് സ്റ്റേബിൾ, ദെൻ എക്സ്ട്രോവേർട്ട് പ്ലസ് അൺസ്റ്റേബിൾ. അപ്പോൾ ഇൻട്രോവേർട്ട് എന്ന ഡയമെൻഷനും സ്റ്റേബിൾ എന്ന ഡയമെൻഷനും കൂടി ചേരുന്ന ഒരാളുടെ പ്രത്യേകത ഈ പറഞ്ഞതാണ്. കാമാണ്, റിലയബിൾ ആണ്, കൺട്രോൾഡ് ആണ്, പീസ്ഫുൾ ആണ്, കെയർഫുൾ ആണ്. കാരണം ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് ഒരു പ്രശ്നമുള്ള സാധനമൊന്നുമല്ല. അയാൾ സമൂഹവുമായിട്ട് ഇടപെടുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ ഉപദ്രവകാരി ആയിരിക്കില്ല. അതേസമയം ഒരാൾ ഇൻട്രോവേർട്ടാണ്, അൺസ്റ്റേബിളുമാണ്. അപ്പം അൺസ്റ്റേബിൾ എന്ന് പറയുന്ന സംഗതി ഒരു നെഗറ്റീവായിട്ടുള്ള സാധനമാണ് അല്ലേ, ഒരു നെഗറ്റീവായിട്ടുള്ള സാധനമാണ്. കാരണം അയാളുടെ ഇമോഷനെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ ഒരാൾ ഇൻട്രോവേർട്ടും അൺസ്റ്റേബിളും കൂടെ ആയി കഴിഞ്ഞാൽ അയാൾക്കത് പ്രശ്നമാണ്, സമൂഹത്തിനത് പ്രശ്നമായിരിക്കില്ല, അയാൾക്കത് പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അയാൾ മൂടി എപ്പോഴും ഒരു മൂഡ് സ്വിങ് ഒക്കെ ഉള്ള ആൾ, അതേപോലെ ഉത്കണ്ഠയുള്ള ആൾ, ഇടുങ്ങിയ ചിന്താഗതിക്കാരൻ, പെസിമിസ്റ്റ്, ശുഭാപ്തി വിശ്വാസമൊന്നും ഉണ്ടാവില്ല, എപ്പോഴും നെഗറ്റീവാണ്, ആരോടും മിണ്ടാതെ റിസർവ്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ അയാൾക്ക് ദോഷമാണ്, ഈ കാര്യങ്ങളെല്ലാം അയാൾക്ക് ദോഷമാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇൻട്രോവേർട്ടും സ്റ്റെബിലിറ്റിയും കൂടി ചേർന്നുള്ള ഡയമെൻഷൻ വരുന്ന സമയത്തുള്ള 4 ടൈപ്പും, അതേപോലെ ഇൻട്രോവേർട്ടും അൺസ്റ്റേബിൾ ആയിട്ട് വന്നാലുള്ള 4 ടൈപ്പും നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത എക്സ്ട്രോവേർട്ട് എന്ന് പറയുമ്പോൾ സോഷ്യബിൾ ആയിട്ടുള്ള ആളുകളാണ് അല്ലേ, അഥവാ ബഹിർമുഖൻ, കൂടുതൽ ആളുകളുമായിട്ട് ഇടപെടാൻ കഴിവുള്ള ആൾ, സോഷ്യൽ ലീഡേഴ്സിനൊക്കെ ഉണ്ടാകേണ്ട ഗുണങ്ങളാണ്. അതും സ്റ്റെബിലിറ്റിയും കൂടെ വന്നാൽ നല്ലൊരു കോമ്പിനേഷനാണത്. എക്സ്ട്രോവേർട്ടും സ്റ്റെബിലിറ്റിയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ലീഡർഷിപ്പിലേക്ക് വരും, നേതൃത്വം, ഈസി ഗോയിങ്, അയാളുടെ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ മുന്നോട്ട് പോകുന്നു, മറ്റുള്ള ആളുകൾക്ക് ധൈര്യപൂർവ്വം ഇയാളുമായിട്ട് സഹകരിക്കാൻ കഴിയും. ദെൻ ടോൾക്കറ്റീവ്, നന്നായിട്ട് സംസാരിക്കുന്ന, വാചാലനായിട്ട് സംസാരിക്കുന്ന ആളായിരിക്കും. ദെൻ ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആളായിരിക്കും. ദെൻ സോഷ്യബിൾ, വളരെയധികം സോഷ്യബിൾ ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. ഓക്കെ അല്ലേ. ദെൻ അടുത്ത എക്സ്ട്രോവേർട്ടും അൺസ്റ്റേബിളും വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാണ്. ഒരാൾ എക്സ്ട്രോവേർട്ടാണ്, അത് പോസിറ്റീവാണ്, പക്ഷെ അൺസ്റ്റേബിൾ നെഗറ്റീവാണ്. അപ്പോൾ അത് ചിലപ്പോൾ അയാൾക്കും അയാളുടെ ഒപ്പമുള്ള ആളുകൾക്കും അത് പ്രശ്നമാണ്. ആൾ റെസ്റ്റ്ലെസ് ആയിരിക്കും, അടങ്ങിയിരിക്കാൻ കഴിയില്ല, എപ്പോഴും ഒരു വീർപ്പ് മുട്ടലുള്ള ആളാണ്. അഗ്രസീവ്, വളരെ ആക്രമണകാരിയായിട്ടുള്ള ആളായിരിക്കും. ഇമ്പൾസീവ് അല്ലേ, വളരെ ഇമ്പൾസീവായിട്ട് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പ്രതികരിക്കുന്ന ടൈപ്പായിരിക്കും. പക്ഷെ ആൾ ഒപ്റ്റിമിസ്റ്റിക്കും ആക്റ്റീവും ആയിരിക്കും.
ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കും. എക്സ്ട്രോവേർട്ട് ആയതുകൊണ്ട് ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കും. അതേപോലെ ക്രിയാത്മകതയുള്ള ആളും ആയിരിക്കും. അപ്പം അതിനകത്തും 2 നല്ല ഗുണങ്ങൾ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? സോ ഐസങ്ങിൻ്റെ അഭിപ്രായത്തിൽ ഈ പറയപ്പെട്ട ഡൈമെൻഷൻസ് കൂടി ചേർന്ന് 4 കാറ്റഗറീസ്, അഥവാ ഓരോ ഡൈമെൻഷൻസും കൂടി ചേർന്ന് 4 കാറ്റഗറിയിലുള്ള ആളുകളാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറയും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, നല്ലതാണ്. ദെൻ ലേറ്റർ ഓൺ, അപ്പോൾ 2 ഡൈമെൻഷൻസ് ആണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അതിനുശേഷം ഹി ഹാഡ് എ തേർഡ് ടൈപ്പ് ഡൈമെൻഷൻ ഓഫ് പേഴ്സണാലിറ്റി കോൾഡ് ആസ് സൈക്കോട്ടിസം, സൂപ്പർ ഈഗോ, സ്ട്രെങ്ത്. അപ്പോൾ 3ാമത് ഒരു ഡൈമെൻഷനും കൂടി അദ്ദേഹം ആഡ് ചെയ്തു. അതാണ് സൈക്കോട്ടിസം, സൂപ്പർ ഈഗോ. സൈക്കോട്ടിസം, സൂപ്പർ ഈഗോ, സ്ട്രെങ്ത്. ഓക്കെ അല്ലേ? അപ്പോൾ 3ാമതായിട്ട് അദ്ദേഹം ആഡ് ചെയ്ത് സൈക്കോട്ടിസം. സൈക്കോട്ടിസം എന്ന് പറയുന്നത് അതൊരു മാനസിക വിഭ്രാന്തിയുടെ ഒരു സ്റ്റേജ് ആണ് സൈക്കോട്ടിസം. സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ പീപ്പിൾ ബിലോങ് ദിസ് കാറ്റഗറി ആർ സെൽഫിഷ്, ഇമ്പൾസീവ്. അപ്പോൾ സൈക്കോട്ടിസം എന്നുള്ള ടൈപ്പ് ആളുകൾ അവർ സെൽഫിഷ് ആയിരിക്കും, സ്വന്തം കാര്യം മാത്രം നോക്കുന്ന, ഇമ്പൾസീവ് ആയിട്ടുള്ള, പെട്ടെന്ന് പ്രതികരിക്കുന്ന, ചെറിയ കാര്യങ്ങൾ പോലും വളരെ വികാര പ്രക്ഷിപ്തത ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആളുകളാണ് സൈക്കോട്ടിസം. ദെൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൂപ്പർ ഈഗോ, സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ മൊറാലിറ്റിയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന, സമൂഹത്തിന് ഉപകാരമുള്ള തരത്തിലുള്ള ആളുകളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇമ്പൾസീവ് ആണ്. ആൻഡ് ഓപ്പോസിറ്റ് ടു സോഷ്യൽ കസ്റ്റംസ്. സൈക്കോട്ടിസം ഉള്ള ആളുകൾ സാമൂഹിക രീതികളോട് എതിർപ്പുള്ള ആളാണ് സൈക്കോട്ടിസം ഉള്ള ആളുകൾ. സൈക്കോട്ടിസം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സൂപ്പർ ഈഗോ, സ്ട്രെങ്ത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിലെല്ലാം, ഇപ്പോൾ ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട് എന്ന് പറയുമ്പോഴെല്ലാം അവിടെ ആള് അന്തർമുഖൻ, ബഹിർമുഖൻ എന്നേ ഉള്ളൂ, സൊസൈറ്റിക്ക് എതിരല്ല. പക്ഷേ സൈക്കോട്ടിസം എന്ന അവസ്ഥ ഉള്ള ആളുകൾ സൊസൈറ്റിക്ക് എതിരായിരിക്കും, സാമൂഹിക വിരുദ്ധനായിരിക്കും. മനസ്സിലായോ? സോഷ്യബിളും ആന്റി സോഷ്യലും തമ്മിൽ വ്യത്യാസമുണ്ട്. സോഷ്യബിൾ എന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകളോട് കൂട്ടുകൂടുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ആന്റി സോഷ്യൽ എന്ന് പറയുന്നത് സമൂഹത്തിന് ദോഷം ചെയ്യുന്ന ആളെന്നാണ്. അപ്പൊ സൈക്കോട്ടിസം എന്നുള്ളത് അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ 3ാമതായിട്ട് അദ്ദേഹം തരംതിരിക്കുന്ന ഡൈമെൻഷനാണ് സൈക്കോട്ടിസം, സൂപ്പർ ഈഗോ, സ്ട്രെങ്ത്. ഓക്കെ അല്ലേ? അപ്പൊ സൈക്കോട്ടിസത്തിന്റെ ഓപ്പോസിറ്റ് ആണ് സൂപ്പർ ഈഗോ. അപ്പൊ സൂപ്പർ ഈഗോ, സ്ട്രെങ്ത് ഉള്ള ഒരാൾ മറ്റൊരു സെൽഫിഷ് ആയിരിക്കില്ല, മറ്റു ആളുകളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളായിരിക്കും, സോഷ്യബിൾ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ദെൻ നമ്മുടെ റെയ്മണ്ട് കാറ്റൽ 60 PF ക്വസ്റ്റ്യനെയർ പറഞ്ഞതുപോലെ തന്നെ ഐസങ്ങിന്റെയും ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ട്. ബേസ്ഡ് ഓൺ ഹിസ് കാറ്റഗറൈസേഷൻ ഓഫ് പേഴ്സണാലിറ്റി ടൈപ്സ്, ഐസങ് കൺസ്ട്രക്റ്റഡ് ആൻഡ് ഇൻവെന്ററി. അദ്ദേഹം ഒരു ഇൻവെന്ററിയും ക്വസ്റ്റ്യനെയർ പോലെ തന്നെയാണ്. ക്വസ്റ്റ്യനെയർ ആകുമ്പോൾ കുറേ ചോദ്യങ്ങളുടെ കൂട്ടം, കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് അതിന്റെ ഉത്തരം ശേഖരിച്ചിട്ട് അയാളുടെ വ്യക്തിത്വത്തെ അളക്കുന്നതാണ് ക്വസ്റ്റ്യനെയർ. ഇൻവെന്ററി ആകുമ്പോഴും അതേപോലെ കുറച്ച് പ്രസ്താവനകൾ കൊടുത്ത് അതിന്റെ ഉത്തരങ്ങൾ പരിശോധിച്ച് അതിൽ നിന്നും അയാളുടെ വ്യക്തിത്വത്തെ അളക്കുന്നതാണ് ഇൻവെന്ററി. സോ അദ്ദേഹം കൊണ്ടുവന്ന ഇൻവെന്ററിയാണ് പേഴ്സണാലിറ്റി ക്വസ്റ്റ്യനെയർ. നമ്മൾ ഐസങ് പേഴ്സണാലിറ്റി ക്വസ്റ്റ്യനെയർ, EPQ എന്നാണ് പറയാറ്. ഐസങ് പേഴ്സണാലിറ്റി ക്വസ്റ്റ്യനെയർ. ഇറ്റ് കവേഴ്സ് ഐറ്റംസ് ഫ്രം ഈച്ച് ഓഫ് ദ പേഴ്സണാലിറ്റി ടൈപ്സ് ഐഡന്റിഫൈഡ് ബൈ ഹിം. അപ്പൊ ഈ പറയപ്പെട്ട 3 ഡൈമെൻഷൻസ്, അപ്പൊ ഐസങ് ആദ്യം 2 പറഞ്ഞു, പിന്നെ 1 ആഡ് ചെയ്തു. അപ്പൊ മൊത്തം 3 ഡൈമെൻഷൻസ് ആണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഈ 3 ഡൈമെൻഷൻസിലുള്ള പ്രത്യേകതകൾ ഒരു വ്യക്തിയിലുണ്ടോ എന്ന് അറിയാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യനെയറിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ത്രൂ ഔട്ട് ഹിസ് റൈറ്റിംഗ്സ്, ഐസങ് consistently emphasized the role of genetic factors and neurophysiological factors, role of the cerebral cortex, autonomous nervous system, limbic system, reticular activating system in explaining individual differences in behavior. അപ്പോൾ അദ്ദേഹം ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വിശേഷണങ്ങളെ, അല്ല ഓരോ വ്യക്തികളുടെയും പേഴ്സണാലിറ്റി ഡിഫറൻസിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഫിസിയോളജിക്കലുമായിട്ട് ബന്ധപ്പെട്ട, അതേപോലെ ജെനറ്റിക്കലുമായിട്ടുള്ള ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അദ്ദേഹം എംഫസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വ്യക്തിത്വ വ്യത്യാസങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എംഫസൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഒന്ന് ജനിതക ഘടകങ്ങൾ, ജെനറ്റിക് ഫാക്ടേഴ്സ്. ദെൻ ന്യൂറോ ഫാക്ടേഴ്സ്, നമ്മുടെ നാഡീ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ദെൻ നമ്മുടെ സെറിബൽ കോർട്ടക്സിന്റെ പങ്ക്, നമ്മുടെ ബ്രെയിനിലെ സെറിബൽ കോർട്ടക്സിന്റെ പങ്ക്, അതേപോലെ ANS ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിന്റെ പങ്ക്, ലിംബിക് സിസ്റ്റത്തിന്റെ പങ്ക്, റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. ഇതെല്ലാം ബയോളജി ആയിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ്. അപ്പോൾ ഇവകളുടെ എല്ലാം പങ്കിനെ കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ എടുത്ത് പറയുന്നുണ്ട്. അതത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം അല്ല കേട്ടോ, അതാണ് ഞാൻ പേര് മാത്രം പറഞ്ഞു പോയത്. Then because of the use of statistical techniques and the assumption that there is a hierarchical organization to basic
പേഴ്സണാലിറ്റി ഡയമെൻഷൻ. ദെൻ ഇവിടെയെല്ലാം അദ്ദേഹം സ്റ്റാറ്റിക് ടെക്നിക്സ് ഉപയോഗിച്ച് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ ഉപയോഗിച്ചാണ് ഈ ഒരു ഡയമെൻഷൻസിനെ അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്തത്. സോ അതുകൊണ്ട് ഇതിന് ഒരു ഹിറാർക്കിയൽ ഓർഗനൈസേഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അഥവാ ഏറ്റവും ടോപ്പിൽ വരുന്നത് അദ്ദേഹം അവസാനം പറഞ്ഞതാണ്. ഏറ്റവും ബോട്ടത്തിൽ വരുന്നത് അഥവാ സൈക്കോട്ടിസം ആണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സാധനം. ഏറ്റവും താഴെ നിൽക്കുന്നത് ഇൻട്രോവേർഷൻ എക്സ്ട്രോവേർഷൻ എന്ന് പറയുന്ന ഡയമെൻഷൻ ആണ്. ദെൻ കാറ്റൽ ആൻഡ് ഐസക് ഹാവ് ബീൻ കോൾഡ് as ഫാക്ടർ അനാലിറ്റിക് ട്രൈറ്റ് തിയറിസ്റ്റ്. അപ്പോൾ ഫാക്ടർ അനാലിറ്റിക് ട്രൈറ്റ് തിയറിസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ അവസാനം പറഞ്ഞ റെയ്മൻ കാറ്റലും ഐസങ്കുമാണ്. സോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ 3 തിയറിസ്റ്റിനെ കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ ആൽപോർട്ടാണ് ട്രൈറ്റ് തിയറി തുടങ്ങി വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സെൻട്രൽ, കാർഡിനൽ, സെക്കൻഡറി ട്രൈറ്റ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിനുശേഷം റൈമൻ കാറ്റൽ, അവിടെ സർഫസ് സോഴ്സ് ട്രൈറ്റുകളെ കുറിച്ചും അദ്ദേഹത്തിന്റെ 60 PF ക്വസ്റ്റ്യനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ദെൻ അവസാനം ഐസങ്കിലേക്ക് വന്നു. അദ്ദേഹമാണ് 3 ഡയമെൻഷൻസിനെ കുറിച്ച് പറഞ്ഞത്, പേഴ്സണാലിറ്റിയുടെ 3 ഡയമെൻഷൻസ്. അതേപോലെ EPQ അദ്ദേഹത്തിൻ്റെതാണ്, ഐസക് പേഴ്സണാലിറ്റി ക്വസ്റ്റ്യനെയർ. ഓക്കെ അല്ലേ? സോ ഇനി നമുക്ക് ആദ്യം നോക്കിയ ചോദ്യത്തിലേക്ക് പോകാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? സോ ഇതാണ് മുൻവർഷ ചോദ്യം. നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. He said that people differ along 3 personality dimensions. ആളുകളിൽ 3 പേഴ്സണാലിറ്റി ഡയമെൻഷൻസ് ഉണ്ട്. ഒന്ന് എക്സ്ട്രോവേർഷൻ, ഇൻട്രോവേർഷൻ. മറ്റൊന്ന് ന്യൂറോട്ടിസിസം, സൈക്കോട്ടിസം. അല്ലെ, സൈക്കോട്ടിസം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഒന്നാക്കി പറഞ്ഞു തന്നേ ഉള്ളൂ അല്ലേ? ഒന്ന് ന്യൂറോട്ടിസവും അതേപോലെ സ്റ്റെബിലിറ്റി ആണ് പറഞ്ഞത്. ഒന്ന് സ്റ്റെബിലിറ്റി. ദെൻ സൈക്കോട്ടിസത്തിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞത് ഈഗോ, സൂപ്പർ ഈഗോ എന്നാണ് അല്ലെ? സൂപ്പർ ഈഗോ കൺട്രോൾ എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ 3 ഡയമെൻഷൻസ്. ഇത് ഒന്നാമത്തെ ഡയമെൻഷൻ, ന്യൂറോട്ടിസം രണ്ടാമത്തെ ഡയമെൻഷൻ, സൈക്കോട്ടിസം മൂന്നാമത്തെ ഡയമെൻഷൻ. അങ്ങനെ 3 ഡയമെൻഷൻസിന്റെ പേര് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ആൽപോർട്ട് അല്ല, ഐസങ്ക് ആണ് അല്ലെ? ഐസങ്ക് ആണ് നമ്മുടെ ഉത്തരം. റൈമൻ കാറ്റലിലേക്ക് വരുന്ന സമയത്ത് അവിടെ വരുന്നത് സോഴ്സ് ട്രൈറ്റും സർഫസ് ട്രൈറ്റും ആണ് അല്ലെ? സോഴ്സ് ആൻഡ് സർഫസ് ട്രൈറ്റുകളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നീട് 60 PF ക്വസ്റ്റ്യനെയറും അദ്ദേഹത്തിൻ്റെതാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? ദെൻ ആൽപോർട്ടിലേക്ക് വരുമ്പോഴാണ് സെൻട്രൽ, കാർഡിനലാണ് ആദ്യം എഴുതേണ്ടത് കേട്ടോ, സെക്കൻഡറി ഡിസ്പോസിഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും 1 മാർക്കിന്റെ ചോദ്യം ഈ ഒരു ഏരിയയിൽ നിന്നും ഉറപ്പായിട്ടും വരും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്രയും നന്നായിട്ട് പഠിക്കുക. സോ ഡിയർ ഫ്രണ്ട്സ്, ടൈപ്പ് ട്രൈറ്റ് തിയറീസ് നമ്മൾ പഠിച്ചു. 3 തിയറിസ്റ്റുകളുടെ തിയറീസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മാതൃകാ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു ആൽപോർട്ട് ട്രൈറ്റ്സ് ആർ. ആൽപോർട്ടിന്റെ അഭിപ്രായത്തിൽ ട്രൈറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പററി ക്യാരക്ടറിസ്റ്റിക്സ് ആണോ, പെർമനന്റ് ആൻഡ് കൺസിസ്റ്റന്റ് ഡിസ്പോസിഷൻ ആണോ, സോഷ്യലി അക്യൂർഡ് ബിഹേവിയർ ആണോ, ബേസ്ഡ് പ്യൂർലി ഓൺ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണോ? അപ്പൊ ട്രൈറ്റുകൾ എന്ന് മൊത്തത്തിൽ പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് അത് പെർമനന്റ് ആൻഡ് കൺസിസ്റ്റന്റ് ഡിസ്പോസിഷൻ എന്നാണ് അല്ലെ? ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളിൽ സ്ഥിരമായി കാണുന്ന കൺസിസ്റ്റന്റ് ആയിട്ട് കാണുന്ന പ്രീ ഡിസ്പോസിഷൻ എന്നാണ് അദ്ദേഹം മൊത്തത്തിൽ പറയാറ്. അടുത്തൊരു ചോദ്യം, അക്കോർഡിംഗ് ടു ആൽപോർട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കാർഡിനൽ ഡിസ്പോസിഷൻ? കാർഡിനൽ ഡിസ്പോസിഷന്റെ എക്സാമ്പിൾ ഏതാണ്? അവിടെ നൈറ്റിംഗിൾ എന്ന പേര് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ചില പ്രത്യേക വ്യക്തിത്വങ്ങളിൽ മാത്രമുള്ളതാണ് കാർഡിനൽ ഡിസ്പോസിഷൻ. പഞ്ച്വാലിറ്റി, ലോയൽറ്റി എന്നൊക്കെ പറയുമ്പോൾ അത് സെൻട്രൽ ആണ് അല്ലെ? നമ്മളിലൊക്കെ കാണുന്ന സാധനമാണ്. ദെൻ ഫുഡ് പ്രിഫറൻസ് എന്ന് പറയുമ്പോൾ അത് സെക്കൻഡറി ആണ്. ഓക്കെ അല്ലേ? സെൻട്രൽ ഡിസ്പോസിഷൻസ് ആർ ആൾസോ കാൾഡ്. സെൻട്രൽ ഡിസ്പോസിഷന്റെ മറ്റൊരു പേരെന്താ? സെൻട്രൽ ഡിസ്പോസിഷൻ. അപ്പോൾ സെൻട്രൽ ഡിസ്പോസിഷൻ എന്ന് പറയുന്നത് ഒരാളുടെ കോർ പേഴ്സണാലിറ്റി ട്രൈറ്റ് ആണ് കേട്ടോ. ആ പേര് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഓർക്കുക. ഒരാളുടെ വ്യക്തിത്വത്തെ കുറിച്ച് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന പ്രത്യേകതകൾ സെൻട്രൽ ഡിസ്പോസിഷൻ ആണ്. അപ്പൊ അയാളുടെ വ്യക്തിത്വത്തെ കോർ ആയിട്ട് എടുത്ത് പറയുന്ന കോർ പേഴ്സണാലിറ്റി ട്രൈറ്റ് എന്ന് പറയാൻ പറ്റുന്ന സാധനമാണ് സെൻട്രൽ ഡിസ്പോസിഷൻസ്. Then which of the following traits would be considered a secondary disposition? Secondary disposition ആയിട്ട്
ബന്ധപ്പെട്ട സാധനം എന്ത്? സെക്കൻഡറി ഡിസ്പോസിഷൻ. എന്താണ് സെക്കൻഡറി ഡിസ്പോസിഷൻ? സെക്കൻഡറി ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരാളിൽ എപ്പോഴും കാണുന്നതല്ല, ചില പ്രത്യേക സാഹചര്യത്തിൽ മാത്രം കാണുന്നത്. ഉദാഹരണം ഫുഡ് പ്രിഫറൻസ് നമ്മൾ പറഞ്ഞു, അതേപോലെ ക്ലോത്ത് അല്ലെ, നമുക്ക് ചില വസ്ത്രങ്ങൾ ഇഷ്ടമുണ്ടാവും, അതെല്ലാം സെക്കൻഡറി ഡിസ്പോസിഷൻ ആണ് എന്ന് നമ്മൾ പറയും. Then what is the primary distinction between central and secondary disposition? Central secondary disposition ഇവകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് വ്യത്യാസം? സെൻട്രൽ ഡിസ്പോസിഷൻ എന്ന് പറയുന്നത് ഒരാളിൽ കൺസിസ്റ്റന്റ് ആയിട്ട് കാണുന്ന സാധനമാണ് അല്ലേ. സെക്കൻഡറി ഡിസ്പോസിഷൻ അത്രമാത്രം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സംഗതി അല്ല. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഞാനത് വരച്ചു പോകുന്നുണ്ട്, ചിലപ്പോൾ ഓപ്ഷൻ എ ബി സി എന്ന് പറഞ്ഞില്ലെങ്കിലും ഞാനത് മാർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ. ദെൻ അടുത്തത് ആൽപോർട്ട് യൂസ് ദ ടേം പേഴ്സണൽ ഡിസ്പോസിഷൻസ്. അപ്പോൾ കോമൺ ഡിസ്പോസിഷനും ഉണ്ട്, പേഴ്സണൽ ഡിസ്പോസിഷനും ഉണ്ട്. പേഴ്സണൽ ഡിസ്പോസിഷൻ എന്നതിനെ കുറിച്ച്, പേഴ്സണൽ ഡിസ്പോസിഷൻ എന്ന് അദ്ദേഹം എന്തിനാണ് പേര് നൽകുക? സോറി, ട്രൈറ്റ് രണ്ട് തരത്തിലുണ്ട്, കോമൺ ട്രൈറ്റും ഉണ്ട്, ഇൻഡിവിജ്വൽ ട്രൈറ്റും ഉണ്ട് അല്ലെ. കോമൺ ട്രൈറ്റും ഉണ്ട്, ഇൻഡിവിജ്വൽ ട്രൈറ്റും ഉണ്ട്. അപ്പൊ ഇൻഡിവിജ്വൽ ട്രൈറ്റിനെ അദ്ദേഹം പേഴ്സണൽ ഡിസ്പോസിഷൻ എന്നാണ് വിളിച്ചിട്ടുള്ളത്. കോമൺ ട്രൈറ്റിനെ അദ്ദേഹം ട്രൈറ്റ്സ് എന്നും വിളിച്ചു അല്ലെ, ട്രൈറ്റ്സ് എന്നും അദ്ദേഹം വിളിച്ചു എന്ന് നമ്മൾ പറയും. സോ ഓപ്ഷൻ സി ആണ് ഉത്തരം. Then according to Cattell, personality is, റൈമൺ കാറ്റലിന്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എന്താണ് പേഴ്സണാലിറ്റി? പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമുക്കൊരാളുടെ പെരുമാറ്റത്തെ പ്രവചിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് വ്യക്തിത്വം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നില്ലേ? ദാറ്റ് വിച്ച് അലൗസ് പ്രഡിക്ഷൻ ഓഫ് ബിഹേവിയർ. ഓപ്ഷൻ സി ആണ്. Then what does the equation R is equal to F into SP? അപ്പോൾ ഒരാളുടെ പ്രതികരണം എന്ന് പറയുന്നത് അയാൾക്ക് ഒരു സാഹചര്യത്തിൽ കിട്ടുന്ന ചോദകത്തിന്റെയും അയാളുടെ വ്യക്തിത്വത്തിന്റെയും പ്രവർത്തനത്തിന്റെ ആകത്തുകയാണ്. അങ്ങനെ തന്നെ പഠിക്കുക. ഒരാളുടെ സ്വഭാവത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത് ഒരു നിശ്ചിത സാഹചര്യത്തിൽ അയാൾക്ക് കിട്ടുന്ന ചോദകത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും ആകെ തുകയാണ്. ഓക്കെ അല്ലേ? സോ ഈ ഒരു ഇക്വേഷൻ റൈമൺ കാറ്റൽ പറഞ്ഞതാണ്. അപ്പോൾ ആർ എന്ന് പറയുമ്പോൾ റൈമൺ കാറ്റൽ എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അതിൽ അദ്ദേഹം എങ്ങനെ പറയുന്നു? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റെസ്പോൺസ്, അതാ ആർ ഫോർ റെസ്പോൺസ്, എസ് ഫോർ സ്റ്റിമുലി, പി ഫോർ പേഴ്സണാലിറ്റി, എഫ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഓപ്ഷൻ എയിൽ തന്നെ ഉത്തരം കിടപ്പുണ്ട്. ദെൻ റൈമൺ കാറ്റൽ ക്ലാസിഫൈഡ് ട്രൈറ്റ്സ് ഇൻ ടു. റൈമൺ കാറ്റൽ കടലിൽ കാറ്റടിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ സർഫേസും സോഴ്സും ഓക്കെ അല്ലേ? നിങ്ങൾ ഓർക്കാനാണ് ഞാൻ അങ്ങനെ പറയുന്നത്, അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കാൻ കഴിയുന്നവർ അങ്ങനെ ഓർക്കുക. എങ്ങനെയായാലും എക്സാമിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. ദെൻ അടുത്തത് സർഫസ് ട്രൈറ്റ്. സർഫസ് ട്രൈറ്റ്സ് ആർ, സർഫസ് ട്രൈറ്റിൽ വരുന്നത് എന്താ? സർഫസ് ട്രൈറ്റ് അപ്പോൾ ഉപരിതലത്തിലുള്ള, കടലിന്റെ ഉപരിതലം നോക്കിയിട്ട് നമ്മൾ ഒരിക്കലും വിലയിരുത്തരുത്. കാരണം ഉപരിതലം പോലെ ആയിരിക്കില്ല താഴെയുള്ളത്. അപ്പോൾ ഉപരിതലത്തിലുള്ള എന്തല്ല, സ്ഥിരമായിട്ടുള്ള സാധനം അല്ല, അത് ടെമ്പററി ആണ്, ഇൻകൺസിസ്റ്റന്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് അത് വെച്ച് ഒരാളുടെ സ്വഭാവത്തെ വിലയിരുത്താൻ കഴിയില്ല എന്ന് പറയുന്നത്. അപ്പൊ സർഫസ് ട്രൈറ്റ് എന്ന് പറയുന്നത് അയാൾ പുറമേ കാണിക്കുന്നതാണ്, അത് ടെമ്പററി ആണ്, ഒരു നിശ്ചിത സാഹചര്യത്തിൽ കാണിക്കും, മറ്റൊരു സാഹചര്യത്തിൽ അതേപോലെ ആയിരിക്കില്ല. സോ അത് വെച്ച് നമുക്ക് ഒരിക്കലും അയാളുടെ വ്യക്തിത്വത്തെ അളക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ദെൻ സോൾസ് ട്രൈറ്റ്. അപ്പൊ സോൾസ് എന്ന് പറയുമ്പോൾ അതിന്റെ അടിത്തട്ടിലുള്ളതാണ്. അപ്പൊ സോൾസ് ട്രൈറ്റ് എന്ന് പറയുമ്പോൾ ഒരാളിൽ സ്ഥിരമായിട്ട് കാണുന്ന സംഗതിയാണ് അല്ലെ, സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ബിഹേവിയർ ആണ്. ദ പ്രൈമറി ഡിറ്റർമിനൻസ് ഓഫ് കൺസിസ്റ്റന്റ് ബിഹേവിയർ. ഓപ്ഷൻ എ ആണ്. ദെൻ ഹൗ മെനി സോൾസ് ട്രൈറ്റ്? കടലും ആറും എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, കടലും ആറും. റൈമൺ കാറ്റൽ കാറ്റടിക്കുന്നത് കടലിലും ആറിലുമാണ്, രണ്ടും വാട്ടർ സർഫേസ് എന്നാണ് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ തന്നെ നമുക്ക് കിട്ടി 16 60 PF ക്വസ്റ്റ്യനെയർ ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അടുത്ത ചോദ്യം അവിടെ തന്നെ വന്നിട്ടുണ്ട്. റൈമൺ കാറ്റൽസ് 60 PF questionnaire is used to measures. അപ്പം അദ്ദേഹത്തിൻ്റെ 60 PF questionnaire എന്തിനെയാണ് അളക്കുന്നത്? സോഴ്സ് ട്രൈറ്റുകളെ 16 പ്രൈമറി ഫാക്ടേഴ്സിനെ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സിനെയാണ് അദ്ദേഹത്തിൻ്റെ 60 PF questionnaire അളക്കുന്നത്. Then which of the following is not one of the source traits identified by Cattell? Cattell ഐഡന്റിഫൈ ചെയ്യാത്ത സോഴ്സ് ട്രൈറ്റ് ഏതാണ്? അപ്പോൾ നമ്മൾ കുറച്ചെണ്ണം പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് അതിവിടെ ഓപ്ഷനിൽ ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ബി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ന്യൂറോട്ടിസിസം വേഴ്സ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഐസങ്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഐസങ്ക് പറഞ്ഞ പേഴ്സണാലിറ്റി ഡയമെൻഷനിൽ വരുന്ന സംഗതിയാണ്. ഓപ്ഷൻ ബി അദ്ദേഹം പറഞ്ഞതല്ല. ആ 16
അക്കമിട്ട് പഠിക്കേണ്ട ആവശ്യം നമുക്കില്ല കേട്ടോ. ദെൻ ഐസങ്സ് തിയറി സജസ്റ്റ് പേഴ്സണാലിറ്റി ഈസ് അറേഞ്ച്ഡ്. ഐസങ്ക് പറയുന്നത് പേഴ്സണാലിറ്റി എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിന് സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട് അല്ലേ, ഹിറാർക്കിയിലാണ്. ആദ്യം ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർഷൻ, അതാണ് ആദ്യം വരുന്നത്, ഇൻട്രോവേർട്ട് എക്സ്ട്രാവേർഷൻ. രണ്ടാമത് വരുന്നത് ന്യൂറോട്ടിസം. മൂന്നാമത് വരുന്നത് സൈക്കോട്ടിസം. ഈ ഒരു ഓർഡറാണ് പേഴ്സണാലിറ്റി ഡയമെൻഷന് ഉള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ അടുത്ത ചോദ്യം, ദ ടു മെയിൻ പേഴ്സണാലിറ്റി ഡയമെൻഷൻസ് ഇൻ ഐസങ്സ് തിയറി. ഐസങ് തിയറിയിലെ പ്രധാനപ്പെട്ട ഡയമെൻഷൻസ് രണ്ടെണ്ണം എന്ന് ചോദിക്കുമ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം ഏതാ? ഇൻട്രോവേർഷൻ എക്സ്ട്രോവേർഷനും സ്റ്റെബിലിറ്റി വേഴ്സസ് ഇൻസ്റ്റെബിലിറ്റി അഥവാ ന്യൂറോട്ടിസം. ഇതാണ് ആദ്യത്തെ രണ്ടെണ്ണം. പിന്നീടാണ് സൈക്കോട്ടിസം, സൂപ്പർ ഈഗോ കൺട്രോൾ ഒക്കെ വരുന്നത്. അടുത്ത ചോദ്യം അതാണ്, വാട്ട് ഈസ് ദ തേർഡ് ഡയമെൻഷൻ ദാറ്റ് ഐസങ് ലേറ്റർ ആഡഡ് ടു ഹിസ് പേഴ്സണാലിറ്റി മോഡൽ. അവസാനം അദ്ദേഹം ആഡ് ചെയ്തത് സൈക്കോട്ടിസം, സൂപ്പർ ഈഗോ, സ്ട്രെങ്ത്. ദെൻ പീപ്പിൾ ഹൈ ഇൻ സൈക്കോട്ടിസം കൂടുതലായിട്ടുള്ള ആളുകൾ ആന്റി സോഷ്യൽ ആയിരിക്കും. ആ ഒറ്റ ടേം ഓർത്തിരുന്നാൽ മതി. സെൽഫിഷ്, ഇമ്പൾസീവ് ആൻഡ് അപ്പോസ്ഡ് ടു സോഷ്യൽ കസ്റ്റംസ് അഥവാ ആന്റി സോഷ്യൽ. സാമൂഹിക രീതികളോട് എതിരായിട്ടുള്ള ആൾ എന്ന് പറഞ്ഞാൽ സാമൂഹിക വിരുദ്ധനാണ്, ആന്റി സോഷ്യലാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ദെൻ ഐസങ്സ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ഈസ് നോൺ ആസ് EPQ എന്ന് നമ്മൾ പഠിച്ചു, ഐസങ് പേഴ്സണാലിറ്റി ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ്. Then which of the following is not a category in Ising's personality model? ഐസങ് പേഴ്സണാലിറ്റി മോഡലിലെ കാറ്റഗറിയിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് ഇൻട്രോവേർഷൻ എക്സ്ട്രോവേർഷൻ, രണ്ടാമത്തത് സ്റ്റെബിലിറ്റി ഇൻസ്റ്റെബിലിറ്റി, ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് അദ്ദേഹം പറഞ്ഞിട്ടില്ല, സൈക്കോട്ടിസം, സൂപ്പർ ഈഗോ, സ്ട്രെങ്ത് മൂന്നാമത്തത്. അപ്പം അദ്ദേഹം പറഞ്ഞ 3 ഡയമെൻഷൻസ് ആ ഒരു ഓർഡറിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സിയിൽ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതല്ല കേട്ടോ. ദെൻ അക്കോർഡിംഗ് ടു ഐസങ്, ന്യൂറോട്ടിക് ഇൻഡിവിജ്വൽസ് ടെൻഡ് ടു ന്യൂറോട്ടിക് എന്ന് പറയുമ്പോൾ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആളുകളാണ്. രണ്ടാമത്തെ ടൈപ്പിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഇതാണ് അല്ലേ. അപ്പോൾ ഈ ന്യൂറോട്ടിസം ഉള്ള ആളുകൾക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാകില്ല. അപ്പോൾ ആള് ആൻഷ്യസ് ആയിരിക്കും, മൂഡി ആൻഡ് ഈസിലി സ്ട്രെസ്ഡ് ആണ്. ദെൻ അടുത്ത ചോദ്യം, ഐസങ് ബിലീവ്ഡ് പേഴ്സണാലിറ്റി ഈസ് ഇൻഫ്ലുവൻസ്ഡ് പ്രൈമറിലി ബൈ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ പേഴ്സണാലിറ്റിയെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രാഥമിക ഘടകങ്ങൾ ഏത്? ജനിതകവും ന്യൂറോ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സാണ്, നാഡി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമാണ്. ദെൻ അടുത്ത ചോദ്യം, വിച്ച് ട്രൈറ്റ് തിയറിസ്റ്റ് ആർ കൺസിഡേർഡ് ഫാക്ടർ അനാലിറ്റിക് തിയറിസ്റ്റ്? ഫാക്ടർ അനാലിറ്റിക് തിയറിസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് നമ്മൾ അവസാനം പറഞ്ഞ 2 പേരുകളാണ്, റൈമൻ കാറ്റലും ഐസങ്കും ആണ് ഫാക്ടർ അനാലിറ്റിക് തിയറിസ്റ്റുകളായിട്ട് കണക്കാക്കപ്പെടുന്നത്. സോ ഇനി കുറച്ച് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഗോർഡൺ ആൽപോർട്ട്സ് ട്രൈറ്റ് തിയറി. ആൽപോർട്ടിന്റെ ട്രൈറ്റ് തിയറിയെ കുറിച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇതാണ് ചോദ്യം. ആൽപോർട്ട് കാറ്റഗറൈസ്ഡ് ട്രൈറ്റ്സ് ഇൻടു കോമൺ ട്രൈറ്റ്സ് ആൻഡ് ഇൻഡിവിജ്വൽ ട്രൈറ്റ്സ്. അതെ, അദ്ദേഹം കോമൺ ട്രൈറ്റ്, ഇൻഡിവിജ്വൽ ട്രൈറ്റ് എന്ന കാറ്റഗറൈസേഷൻ നടത്തിയിട്ടുണ്ട്. കാർഡിനൽ ഡിസ്പോസിഷൻസ് ആർ ഡൊമിനന്റ് ആൻഡ് ഇൻഫ്ലുവൻസ് ഓൾ ആസ്പെക്ട്സ് ഓഫ് എ പേഴ്സൺസ് ബിഹേവിയർ. അത് കറക്റ്റ് ആണ്, ഏറ്റവും ഡൊമിനന്റ് ആണ്. അതൊരു വ്യക്തിയിലുണ്ടെങ്കിൽ അയാളുടെ എല്ലാ സ്വഭാവത്തിലും അത് ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് പറയുന്നത് കറക്റ്റാണ്. ദെൻ സെൻട്രൽ, ഇപ്പം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. 1 കറക്റ്റാണ്, അപ്പോൾ 1 ഇല്ലാത്തത് നമുക്ക് വെട്ടാം. രണ്ടാമത്തതും കറക്റ്റാണ്, എയിലും ഡിയിലും 2 ഉണ്ട്, അപ്പോൾ നമുക്ക് വെട്ടാൻ പറ്റില്ല. അടുത്ത നോക്കുമ്പോൾ ഉത്തരം കൺഫേം ആവും. സെൻട്രൽ ഡിസ്പോസിഷൻസ് ആർ ടെമ്പററി ആൻഡ് ഇൻകൺസിസ്റ്റന്റ് ഇൻ ഡിഫൈനിങ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം സെൻട്രൽ ഡിസ്പോസിഷൻ പെർമനന്റ് ആണ്, കൺസിസ്റ്റന്റ് ആണ്. സെക്കൻഡറി ഡിസ്പോസിഷൻ ആണ് ടെമ്പററിയും ഇൻകൺസിസ്റ്റന്റ്. അപ്പോൾ ഇതൊരു മേജർ റോൾ ഇൻ പേഴ്സണാലിറ്റി ഫോർമേഷൻ എന്ന് പറയുമ്പോൾ തെറ്റാണ്. അത് സെൻട്രൽ ഡിസ്പോസിഷനിലാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഡിറ്റർമൈൻ ചെയ്യാനുള്ള മേജർ റോൾ ഉള്ളത്. അപ്പോൾ 3ഉം 4ഉം തെറ്റാണ്. ശരിയായിട്ടുള്ളത് 1ഉം 2ഉം മാത്രമാണ്. ഓപ്ഷൻ എ മാത്രമാണ് ശരിയായിട്ടുള്ളത്. ദെൻ അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ടു കാറ്റൽസ് ട്രൈറ്റ് തിയറി. കാറ്റലിന്റെ ട്രൈറ്റ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. കാറ്റൽ ക്ലാസിഫൈഡ് ട്രൈറ്റ്സ് ഇൻടു സർഫസ് ട്രൈറ്റ് ആൻഡ് സോഴ്സ് ട്രൈറ്റ്. ശരിയല്ലേ? സർഫസ് ട്രൈറ്റ്, സോഴ്സ് ട്രൈറ്റ് എന്ന ക്ലാസിഫിക്കേഷൻ അദ്ദേഹം നടത്തിയിട്ടുണ്ടോ? ദെൻ സർഫസ് ട്രൈറ്റ് ആർ സ്റ്റേബിൾ ആൻഡ് ഫോം കോർ ഓഫ് പേഴ്സണാലിറ്റി. സർഫസ് ട്രൈറ്റ് സ്റ്റേബിൾ ആണോ? അല്ല, സോഴ്സ് ട്രൈറ്റ് ആണ് സ്റ്റേബിൾ ആയിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തത് തെറ്റാണ്. അപ്പോൾ 1 ഓക്കെ, 1 വെട്ടാം, 2 തെറ്റാണ്. അപ്പോൾ 2 നമുക്ക് വെട്ടാം. ഉത്തരം കിട്ടി കഴിഞ്ഞു. എന്നാലും ബാക്കി കൂടി വായിച്ചു നോക്കാം.
സോഴ്സ് ട്രൈറ്റ്സ് ആർ ദ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. സോഴ്സ് ട്രൈറ്റ് ആണ് നമ്മുടെ വ്യക്തിത്വത്തെ നിർമ്മിക്കുന്ന ബിൽഡിംഗ് ബ്ലോക്ക്. കാറ്റൽ ഡെവലപ്ഡ് 60 PF ക്വസ്റ്റ്യനെയർ ടു ആസസ് പേഴ്സണാലിറ്റി ട്രൈറ്റ് എന്ന് പറയുന്നതും കറക്റ്റ് ആണ്. അപ്പോൾ 1, 3, 4 കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഐസൻസ് ട്രൈറ്റ് ടൈപ്പ് തിയറി. ട്രൈറ്റ് ടൈപ്പ് തിയറിയെ കുറിച്ചുള്ള തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത്? ഐസൻഗ് പ്രപ്പോസ് 2 പ്രൈമറി പേഴ്സണാലിറ്റി ഡയമെൻഷൻസ്, ഇൻട്രോവേർഷൻ ആൻഡ് സ്റ്റെബിലിറ്റി ഇൻ സ്റ്റെബിലിറ്റി. അദ്ദേഹം 2 പ്രൈമറി പേഴ്സണാലിറ്റി ഡയമെൻഷൻ എന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം 2 തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ആദ്യം 2 തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ശരിയാക്കാം. ദെൻ ന്യൂറോട്ടിസം റെഫേഴ്സ് ടു ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി. ന്യൂറോട്ടിസം എന്ന് പറഞ്ഞാൽ വൈകാരിക സ്ഥിരത ഇല്ലാത്ത അവസ്ഥയും ആൻസൈറ്റി കൂടിയ അവസ്ഥയുമാണ് എന്ന് പറയുന്നത് ശരിയാണ്. സൈക്കോട്ടിസം വാസ് ലേറ്റർ ആഡഡ് ആസ് എ 3rd dimension ഓഫ് പേഴ്സണാലിറ്റി. അപ്പോൾ ആദ്യം 2 ഉണ്ടായിരുന്നു, അവസാനം സൈക്കോട്ടിസം എന്ന് പറയുന്ന ഒരെണ്ണം പിന്നീട് അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്ന് പറയുന്നതും കറക്റ്റാണ്. ദെൻ അക്കോർഡിംഗ് ടു ഐസൻഗ് ഓൾ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ആർ അക്യൂർഡ് ത്രൂ ലേണിംഗ് ആൻഡ് സോഷ്യലൈസേഷൻ. ലേണിംഗ് സോഷ്യലൈസേഷൻ എന്നതിലൂടെ അല്ല എല്ലാം കിട്ടുന്നത്. അദ്ദേഹം പറഞ്ഞത് നമുക്ക് ജനിതകമായി കിട്ടുന്നു, ജെനറ്റിക്സ് ആയിട്ട് അല്ലെ ജനിതകമായിട്ട് കിട്ടുന്നു, പിന്നെ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെ. ന്യൂറോ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എല്ലാം നമ്മൾ അക്യൂർ ചെയ്യുന്നതല്ല, അങ്ങനെ ആരും പറയില്ല. സോ 4ാമത്തത് മാത്രമാണ് തെറ്റ്, 4 only മാത്രമാണ് ഇൻകറക്റ്റ്. ദെൻ അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് കാർഡിനൽ, സെൻട്രൽ ആൻഡ് സെക്കൻഡറി ട്രൈറ്റ്. കാർഡിനൽ, സെൻട്രൽ, സെക്കൻഡറി ട്രൈറ്റുകളെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന. കാർഡിനൽ ട്രൈറ്റ് ആർ ഡൊമിനന്റ് ആൻഡ് ഇൻഫ്ലുവൻസ് എവറി ആസ്പെക്ട് ഓഫ് എ പേഴ്സൺസ് ലൈഫ്. കറക്റ്റ് ആണ്. അതാണ് ഏറ്റവും ഡൊമിനന്റ് ആയിട്ടുള്ളത്. അത് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച്, എല്ലാ വ്യക്തിയിലും ഉണ്ടാവില്ല, പക്ഷെ ഒരു വ്യക്തിയിൽ അതുണ്ട് എങ്കിൽ അവന്റെ എല്ലാ ജീവിതഘട്ടങ്ങളെയും അത് സ്വാധീനിക്കും എന്ന് പറയുന്നത് കറക്റ്റാണ്. ദെൻ സെൻട്രൽ ട്രൈറ്റ്സ് ആർ ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ഷേപ്പ് പേഴ്സണാലിറ്റി എന്നതും കറക്റ്റാണ്. ഒരു വ്യക്തിയുടെ പ്രധാന വ്യക്തിത്വ സവിശേഷതകളെ നിർണ്ണയിക്കുന്നത് സെൻട്രൽ ട്രൈറ്റ് ആണ്. ഇനി സെക്കൻഡറി ട്രൈറ്റ് എന്ന് പറയുന്നത് ലെസ് കൺസിസ്റ്റന്റ് ആണ്, സിറ്റുവേഷൻ സ്പെസിഫിക് ആണ്, അതും കറക്റ്റാണ്. അപ്പോൾ 1, 2, 3 കറക്റ്റാണ് അല്ലേ? 1, 2, 3 കറക്റ്റാണ്. അപ്പോൾ 1, 2, 3 കറക്റ്റാണെന്ന് പറയുമ്പോൾ 1, 3 മാത്രം, 2, 4 മാത്രം നമുക്ക് വെട്ടാം. ഇനി 4ാമത്തത് കൂടി കിട്ടിയാലേ നമുക്ക് ആൻസർ ആവും. സെൻട്രൽ ട്രൈറ്റ്സ് ആർ ഇൻകൺസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ തെറ്റാണ്. സെൻട്രൽ ട്രൈറ്റ് ഇൻകൺസിസ്റ്റന്റ് എന്നല്ല പറയേണ്ടത്, കൺസിസ്റ്റന്റ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇത് തെറ്റാണ്. 4ാമത്തത് മാത്രമാണ് തെറ്റ്. അപ്പോൾ നമുക്ക് ഡി കൂടി വെട്ടിയിട്ട് 1, 2, 3 മാത്രം, 1, 2, 3 ഓൺലി ശരിയാക്കാം. ദെൻ അടുത്തത്, റൈമൺ കാറ്റലിന്റെ ഫാക്ടർ അനാലിറ്റിക് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത്? കാറ്റൽ ഐഡന്റിഫൈഡ് 60 സോഴ്സ് ട്രൈറ്റ് ആസ് ദ കോർ ഡയമെൻഷൻ ഓഫ് പേഴ്സണാലിറ്റി. 16 സോഴ്സ് ട്രൈറ്റുകളെ തന്നെയാണ് അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അത് കറക്റ്റാണ്. സർഫസ് ട്രൈറ്റ്സ് ആർ അൺസ്റ്റേബിൾ ആൻഡ് ഡു നോട്ട് ഡിഫൈൻ പേഴ്സണാലിറ്റി ഡീപ്ലി. അതും കറക്റ്റാണ്. സർഫസ് ട്രൈറ്റ് എന്ന് പറയുമ്പോൾ അത് സ്റ്റേബിൾ അല്ല, അത് നമ്മുടെ പേഴ്സണാലിറ്റിയെ ആഴത്തിൽ സ്വാധീനിക്കുന്നതല്ല. അത് കറക്റ്റാണ്. Then source traits determine the consistent behavior of a person's over time. Source trait ആണ് ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയിൽ സ്ഥിരമായി നിലനിൽക്കുന്നത്, അയാളുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത് സോഴ്സ് ട്രൈറ്റ് ആണ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. Then Catter's theory does not include the influence of genetic factors. ജനിതക ഘടകങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് പറയുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ജനിതക ഘടകങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നത് എല്ലാ തിയറിസ്റ്റുകളും അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ 4 മാത്രമാണ് തെറ്റ്. ജനിതകം നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള തിയറിസ്റ്റുകൾ ഇല്ല. നമ്മൾ പഠിച്ചതിൽ ഒരു തിയറിസ്റ്റും അങ്ങനെ പറയുന്നില്ല. സോ അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് പേഴ്സണാലിറ്റി അസസ്മെന്റ് ഇൻ ട്രൈറ്റ് തിയറി. ട്രൈറ്റ് തിയറിയിലെ പേഴ്സണാലിറ്റി അസസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രസ്താവനകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള അസസ്മെന്റുകൾ. കാറ്റൽ ഡെവലപ്ഡ് 60 PF ക്വസ്റ്റ്യനെയർ ടു മെഷർ പേഴ്സണാലിറ്റി ട്രൈറ്റ്. കറക്റ്റ് ആണ്. 16 PF ക്വസ്റ്റ്യനെയർ കാറ്റലിൻ്റെതാണ്. ഐസംഗിൻ്റെതാണ് ഐസംഗ് പേഴ്സണാലിറ്റി ക്വസ്റ്റ്യനെയർ, അതും കറക്റ്റ് ആണ്. ദെൻ 60 PF ക്വസ്റ്റ്യനെയർ ഇൻക്ലൂഡ്സ് ഐറ്റംസ് മെഷറിംഗ് ന്യൂറോട്ടിസം, സൈക്കോട്ടിസം എന്ന് പറയുമ്പോൾ തെറ്റാണ്. ന്യൂറോട്ടിസവും സൈക്കോട്ടിസവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് ഐസംഗ് ആണ്, ആരല്ല? റൈമൺ കാറ്റലിന്റെ 60 PF ക്വസ്റ്റ്യനെയറിലല്ല. ദെൻ EPQ ആസസ് ഇൻട്രോവേർഷൻ, എക്സ്ട്രോവേർഷൻ, ന്യൂറോട്ടിസം, സൈക്കോട്ടിസം എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇൻകറക്റ്റ് ആണ്. ഇൻകറക്റ്റ് 3 മാത്രമാണ്. ഓക്കെ അല്ലേ? ദെൻ അടുത്തത്, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ന്യൂറോട്ടിസം ഇൻ ഐസംഗ്സ് തിയറി. ഐസംഗിന്റെ തിയറിയിലെ ന്യൂറോട്ടിസവുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദ്യം. ന്യൂറോട്ടിസം എന്ന് പറയുമ്പോൾ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവസ്ഥയാണ്. സോ ന്യൂറോട്ടിക് ഇൻഡിവിജ്വൽസ് ടെൻഡ് ടു ബി ഹൈലി
ആൻഷ്യസ് ആൻഡ് ഇമോഷണൽ അൺസ്റ്റേബിൾ. ന്യൂറോട്ടിസം ഉള്ള ആളുകൾ ഉത്കണ്ഠയുള്ള ആളുകളും ഇമോഷണൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളിലും ആയിരിക്കും. അത് ശരിയാണ്. ദ ANS പ്ലേസ് എ റോൾ ഇൻ ന്യൂറോട്ടിസം. ന്യൂറോട്ടിസത്തിൽ ANS ഓട്ടോണമിക് നെർവസ് സിസ്റ്റം അഥവാ നമ്മുടെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ANS ആണ്. അപ്പോൾ ANSന് ഒരു പ്രധാന പങ്കുണ്ട് എന്ന് പറയുന്നത് കറക്റ്റാണ്. ന്യൂറോട്ടിസം ഈസ് അൺറിലേറ്റഡ് ടു ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ന്യൂറോട്ടിസവും ബയോളജിക്കൽ ഫാക്ടേഴ്സിനും ബന്ധമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ന്യൂറോട്ടിസം എന്ന് പറയുന്നത് തന്നെ ബയോളജിക്കലായി, നമ്മുടെ നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ന്യൂറോട്ടിസം. അപ്പോൾ തന്നെ ബയോളജിക്കലായി, അപ്പോൾ അത് തെറ്റാണ്. ദെൻ ഹൈ ന്യൂറോട്ടിസം ഈസ് ലിങ്ക്ഡ് ടു എക്സാഗ്രേറ്റഡ് ഇമോഷണൽ റെസ്പോൺസ്. ഒരാളിൽ ന്യൂറോട്ടിസം കൂടുതലുണ്ട് എങ്കിൽ അയാളുടെ വൈകാരിക പ്രകടനം വളരെ എക്സ്ട്രീം ആയിരിക്കും. അതും ശരിയാണ് അല്ലേ. വളരെയധികം സെൻസിറ്റീവ് ആയിരിക്കും, അവരുടെ ഇമോഷൻ പ്രകടിപ്പിക്കാൻ വളരെ ഇൻറ്റൻസീവ് ആയിട്ടായിരിക്കും ഹൈ ന്യൂറോട്ടിസം ഉള്ള ആളുകൾ എന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ 3 മാത്രമാണ് തെറ്റ്. 1, 2, 4 കറക്റ്റാണ്. 1, 2, 4 ഓപ്ഷൻ എ കറക്റ്റാണ്. ദെൻ അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ട്രൈറ്റ് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി. ട്രൈറ്റ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ആൽപോർട്ട്സ് തിയറി ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് എന്ന് പറയുന്നത്, ആൽപോർട്ടിന്റെ തിയറി ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് പറയുന്നുണ്ട് അല്ലേ. വ്യക്തികളിലോ പേഴ്സണാലിറ്റി ട്രൈറ്റ് വ്യത്യാസമാണ്. കാറ്റൽ തിയറി യൂസ് ഫാക്ടർ അനാലിസിസ് ടു ഐഡന്റിഫൈ ട്രൈറ്റ്സ്. ട്രൈറ്റിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി അദ്ദേഹം ഫാക്ടർ അനാലിസിസ് ഉപയോഗിക്കുന്നുണ്ടോ? റൈമൻ കാറ്റലും ഐസങ്ക് എല്ലാം ഉപയോഗിക്കുന്നുണ്ടോ? ദെൻ ഐസങ്ക് ബിലീവ് ദാറ്റ് ജെനറ്റിക്സ് പ്ലേസ് നോ റോൾ എന്ന് പറയുമ്പോൾ തെറ്റാണ്. നമ്മൾ ജനിതക പങ്ക് എല്ലാ തിയറിസ്റ്റും അംഗീകരിക്കുന്നതാണ്, നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ തിയറിസ്റ്റും അംഗീകരിക്കുന്നതാണ്. അപ്പോൾ ഐസങ്ക് അത് അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് തെറ്റാണ്. The trait approach assumes that personality traits remain stable over time. Trait approach പറയുന്നത് പേഴ്സണാലിറ്റി ട്രൈറ്റ് കുറേ നാളത്തേക്ക് അത് സെയിം ആയിരിക്കും. അത് ശരിയല്ലേ? അത് ശരിയാണ്. സോ 3 മാത്രമാണ് തെറ്റ്. 1, 3, 4 കറക്റ്റാണ്. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഡിഫറൻസസ് ബിറ്റ്വീൻ ആൽപോർട്ട്, കാറ്റൽ ആൻഡ് ഐസങ്സ് തിയറീസ്. ആൽപോർട്ടിന്റെയും കാറ്റലിന്റെയും ഐസങ്കിന്റെയും തിയറികൾ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. ആൽപോർട്ട് എംഫസൈസ് ഇൻഡിവിജ്വൽ യുണീക്നെസ് ഇൻ പേഴ്സണാലിറ്റി ട്രൈറ്റ്. ഓരോ ആളുകളുടെയും വ്യക്തിത്വത്തിൽ വ്യത്യാസമുണ്ട് അല്ലെ, യുണീക്നെസ്. ഓരോ ആളുടെയും വ്യക്തിത്വം അത് യുണീക്ക് ആണെന്ന് പറയുന്നു ആൽപോർട്ട്. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. കാറ്റൽ ഫോക്കസ്ഡ് ഓൺ ഫാക്ടർ അനാലിസിസ് ടു ഡിറ്റർമിൻ പേഴ്സണാലിറ്റി കൾച്ചർ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആണ്. ഫാക്ടർ അനാലിസിസ് എന്ന് പറയുമ്പോൾ 16 ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഫാക്ടേഴ്സിനെ കുറിച്ച് പരിശോധന നടത്തുന്നതിനാണ് ഫാക്ടർ അനാലിസിസ്. അപ്പോൾ റൈമൻ കാറ്റൽ ഫാക്ടർ അനാലിസിസ് നടത്തുന്നുണ്ട്. ഐസങ്ക് പ്രപ്പോസ്ഡ് ദാറ്റ് പേഴ്സണാലിറ്റി ഈസ് എൻറ്റയർലി ഷേപ്ഡ് ബൈ എൻവയോൺമെന്റ്. തെറ്റാണ്, അത് തെറ്റാണ്. പരിസ്ഥിതി മാത്രമല്ല, ജനിതക കാരണങ്ങളുണ്ട്, ഫിസിയോളജിക്കൽ എലമെന്റ്സ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ 3ാമത്തത് തെറ്റാണ്. Then Eysenck introduced a 3-factor model including psychotism അടക്കമുള്ള 3-factor model അല്ലെങ്കിൽ 3 dimensions പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണ് കേട്ടോ. 3 factor അല്ലെങ്കിൽ 3 dimension എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. 3 dimension എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി സ്യൂട്ടബിൾ. അപ്പോൾ 1, 3, 4 കറക്റ്റ് ആണ്. സോ അടുത്ത ചോദ്യം അസേർഷൻ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ആദ്യം അസേർഷൻ പറയാണ്. Alport theory emphasizes that traits are stable and consistent across different situations. വ്യത്യസ്ത സാഹചര്യങ്ങളിലെല്ലാം ട്രൈറ്റ് സ്റ്റേബിളും കൺസിസ്റ്റന്റും ആയിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അസേർഷൻ കറക്റ്റ് ആണ്. Then Alport classified traits into common traits, personal disposition to explain individual difference മനസ്സിലാക്കുന്നതിന് വേണ്ടി ട്രൈറ്റിനെ അദ്ദേഹം കോമൺ ട്രൈറ്റ്, ഒരു കൾച്ചറിലെ എല്ലാ ആളുകളിലും കാണുന്നത് കോമൺ ട്രൈറ്റ് ആണെന്നും ഓരോ വ്യക്തിയിൽ കാണുന്നത് പേഴ്സണൽ ഡിസ്പോസിഷൻ ആണ് എന്നും അദ്ദേഹം തരം തിരിക്കുന്നുണ്ട്. അതും കറക്റ്റ് ആണ്. അപ്പോൾ അസേർഷന്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നെയാണ് റീസണിൽ വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? ദെൻ അടുത്തത്, കാറ്റൽസ് 60 PF questionnaire is widely used to access personality trait. കാറ്റലിന്റെ 16 PF questionnaire അത് എന്തിനെ അസസ് ചെയ്യുന്നു? പേഴ്സണാലിറ്റിയെ അസസ് ചെയ്യുന്നു എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. Then Cattell identified surface traits as the fundamental building blocks of personality. Surface trait ആണ് വ്യക്തിത്വത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് തെറ്റാണ്. സർഫസ് ട്രൈറ്റ് അല്ല, സോഴ്സ് ട്രൈറ്റ് ആണ് അതിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് അദ്ദേഹം പറയുന്നത്. സോ നമുക്ക് അസേർഷൻ കറക്റ്റ് ആയിരുന്നു, പക്ഷേ റീസണിങ് തെറ്റിപ്പോയി. then അടുത്ത ചോദ്യം, ഐസങ്ക് പ്രപ്പോസ് ദ പേഴ്സണാലിറ്റി ഈസ് primarily influenced by biological factors such as
ജനറ്റിക് ആൻഡ് ന്യൂറോ ഫിസിയോളജി. പ്രാഥമികമായിട്ട് ജനിതകവും അതേപോലെ ന്യൂറോ ഫിസിയോളജിയൊക്കെ തന്നെയാണ് നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റാണ് കേട്ടോ, അത് കറക്റ്റാണ്. Then he identified the introversion, extroversion, neuroticism, stability, psychoticism, superego strength as major dimension of personality. അതും കറക്റ്റാണ്, അത് രണ്ടും കറക്റ്റ് തന്നെയാണ്. Then neurotic individuals in Eysenck's model tend to be emotionally stable and calm under stress എന്ന് പറയുമ്പോൾ തെറ്റാണ്. ന്യൂറോട്ടിക് ആയിട്ടുള്ള ആളുകൾക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാകില്ല, സ്ട്രെസ് ആയിരിക്കും, ആൻസൈറ്റി ആയിരിക്കും ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ അസേഷൻ തെറ്റാണ്, അസേഷൻ തന്നെ തെറ്റാണ്. ഇനി റീസണിലേക്ക് വരുന്ന സമയത്ത് ന്യൂറോട്ടിസം ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹൈ ആക്ടിവിറ്റി ഇൻ ANS ലീഡിങ് ടു ഇൻക്രീസ്ഡ് ഇമോഷണൽ റിയാക്ടിവിറ്റി. അത് ശരിയാണ് കേട്ടോ. ഇത് ഈ രണ്ടാമത്തെ റീസണിങ് ശരിയാണ്. ന്യൂറോട്ടിസം എന്ന് പറയുന്നത് അത് ANSന്റെ ഹൈ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആളുകളുടെ ANS വളരെ ഹൈ ആയിരിക്കും, അവിടെ ഹാർട്ട് ബീറ്റ് കൂടുതലായിരിക്കും, വിയർക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അവർ കാണിക്കും. ഓക്കെ അല്ലേ? സോ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ട്രൈറ്റ് ആൻഡ് ടൈപ്പ് തിയറീസ് ആണ് പഠിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ അസസ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി എന്ന ടോപ്പിക് കൂടി പഠിക്കും. അപ്പോൾ നമ്മൾ ഈ പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം മെൻ്റൽ ഹെൽത്ത് എന്ന മൊഡ്യൂളിൽ കൂടി നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ അതുകൂടി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക. സോ ഈ ഒരു ടോപ്പിക്ക് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.